അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സ്വദരി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുമ്മ ലാ സഹല ഇല്ലാ മാ ജഅൽതഹു സഹല വഅൻത തജഅലുൽ ഹസ്ന ഇദാ ശിഅ്ത സഹല. റബ്ബി സിദ്നാ ഇൽമൻ നാഫിഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂറ ബഖറയാണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ? അൽഹംദുലില്ലാ. നമ്മൾ ഒരു 4 ആയാണ് തോന്നുന്നില്ലേ അന്ന് കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചത്? ഇത്ത എല്ലാവരും മ്യൂട്ടാണ്. എന്റെ ഒരു ഓർമ്മ 3 ആയത്ത് എന്നാണ് ഇത്ത എന്നോട് പറഞ്ഞത്. അല്ല, പിന്നെ നമ്മള് സമയം കുറച്ച് ബാക്കിയുള്ളപ്പോ ഓ, നമ്മൾ ഒരായ കൂടി ഏതായാലും പഠിച്ചു. അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. ആരെങ്കിലും പറയാൻ പറ്റുമോ ഇത്ര ആയത്താ പഠിച്ചെന്ന്? അല്ല, കുഴപ്പമില്ല, ഞാനൊന്ന് റൗണ്ട് പിന്നെ 3 അല്ലേ? 3. ഓക്കെ, ഞാനൊന്ന് 3 എന്ന് പറഞ്ഞാല് നമ്മള് ഫസ്റ്റ് ആയല്ലേ, ആ ലെറ്റർ ഒരായാണ്. ലെറ്റേഴ്സ് ഇല്ല, അലിഫ് ലാം മീം, അതൊരു ഓ ആയ. ഓ ഓ അങ്ങനെ ആവുമ്പോ 4 അല്ലെങ്കിൽ 3 അങ്ങനെയാണ് വരിക. അസ്സലാമു അലൈക്കും അത് കുഴപ്പമില്ല. വറഹ്മത്തുള്ളാഹി. ഞാൻ ഫസ്റ്റ് ആയിട്ടാണ് കേട്ടാ. ഓക്കെ. അത് ഞാനും കണ്ടിന്യൂ ഫസ്റ്റ് ചെയ്താൽ മതി. ഞാനും ഫസ്റ്റ് ആയിട്ടാണ്. ആദ്യമേ നോദിയാൽ കൊള്ളാം. അത് എടുത്തവർക്ക് ഒന്നുകൂടെ ഇതാവില്ലേ? അതുകൊണ്ട് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. കഴിഞ്ഞ ആഴ്ചത്തെ റെക്കോർഡിംഗ് കേട്ട് എല്ലാരും പഠിക്കാം. ഞാനും കഴിഞ്ഞ ആദ്യമായിട്ട് കേറാം. അത് അതന്നെ. പിന്നെ ജസ്റ്റ് പാരായണത്തിൽ വരുന്ന മിസ്റ്റേക്ക് മാത്രം ഒന്ന് ഒരു 2-3 മിനിറ്റിൽ പറയാം നമുക്ക്. ഓക്കെ. ഇൻഷാ അല്ലാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പൊ സൂറ ബഖറയില് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആദ്യത്തെ 5 ആയ ആരെ പറ്റിയാണ്? മുഫ്ലിഹീങ്ങൾ അല്ലെങ്കിൽ മുത്തഖീങ്ങളെ പറ്റിയാണ്. തഖ്വയുള്ള വിജയികളെ പറ്റിയാണ് ആദ്യത്തെ 5 ആയ. അത് കഴിഞ്ഞ് 2 ആയ വരുന്നത് കാഫിരീങ്ങളെ പറ്റിയാണ്. കാഫിരീങ്ങളുടെ കാര്യമാണ് 2 ആയ വരുന്നത്. പിന്നെ അത് കഴിഞ്ഞുള്ള മുഴുവൻ ആയത്തുകളും 20 വരെ, 8 മുതൽ 20 വരെ 13 ആയ മുനാഫിഖീങ്ങളെ പറ്റിയാണ് വരുന്നത്. ഓക്കെ. അപ്പൊ അള്ളാഹു നമുക്ക് ഓരോ ആൾക്കാരുടെയും സ്വഭാവം വരച്ച് കാട്ടിത്തരിക ഖുർആനിലൂടെ. ആരാണ് മുത്തഖീങ്ങള്, മുത്തഖീങ്ങളുടെ സ്വഭാവം എന്താണ്, കാഫിരീങ്ങൾ ആരാണ്, മുനാഫിഖീങ്ങൾ ആരാണ് എന്നുള്ളത് നമുക്ക് വരച്ച് കാട്ടിത്തരികയാണ്. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. പാരായണം ചെയ്യുന്നത് പഠിക്കണം, അൽഹംദുലില്ലാ അത് പഠിക്കണം. അതുപോലെ തന്നെ എന്ത് മെസ്സേജാണ് നമുക്ക് തരുന്നത് എന്നുള്ള അതും കൂടി നമ്മൾ മനസ്സിലാക്കൽ നിർബന്ധമാണ്. നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും. സൂറ ബഖറ പിന്നെ ഐഷ മൗലിമിന്റെ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? തദബ്ബുറൊക്കെ ചെയ്ത് പഠിച്ചിട്ടുണ്ടാവും. എന്നാലും ഒരു പൂർത്തീകരണം എന്നുള്ള നിലക്ക് പറയാണ്. അപ്പൊ നമ്മൾ ഈ പിന്നെ സ്വഭാവങ്ങൾ നമുക്ക് അള്ളാഹു പറഞ്ഞു തരുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ അതിൽ പെടാതിരിക്കാനാണ്. അല്ലെ നമ്മളത് വെച്ച് ബാക്കിയുള്ളവരെ നമ്മൾ വിലയിരുത്താൻ പാടില്ല. നമുക്ക് ആരെയും മനസ്സിലേക്ക് നോക്കാൻ നമുക്ക് പറ്റൂല അല്ലെ? ആരുടെയും മനസ്സ് നമുക്ക് അറിയാൻ പറ്റൂല. നമുക്ക് നമ്മളെ എന്ത് ചെയ്യാൻ, നമ്മളെ അതില് മുനാഫിഖീങ്ങളിലോ കാഫിരീങ്ങളിലോ നമ്മൾ പെട്ടുപോവാതിരിക്കാൻ, ആ സ്വഭാവം നമുക്കില്ലാതിരിക്കാനാണ് നമ്മളിത് പഠിക്കുന്നത്. ഓക്കെ. നമ്മൾ ഫസ്റ്റ് ഗ്രൂപ്പ്, ആദ്യം പറഞ്ഞ ഗ്രൂപ്പിലാണ് നമ്മളെല്ലാവരും പെടേണ്ടത്. അപ്പൊ അത് എന്താണെന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ ഫസ്റ്റ് ആയ തുടങ്ങുന്നത് എന്തുകൊണ്ടാണ്? ലെറ്റേഴ്സ് കൊണ്ടാണ് അല്ലെ? ഹുറൂഫുൽ മുഖത്തഅ. ഇതെങ്ങനെയാണ് പാരായണം ചെയ്യാന്ന് വെച്ചാല് ഇവിടെ അലിഫ് എന്നുള്ളത് ഒരു കൗണ്ടാണ്, അലിഫ്. പക്ഷേ നമ്മളെ ഈ ഫാ അല്ലേ, ഫായ നമ്മള് അഫ് കറക്റ്റ് പറയണം, പ്രൊനൗൺസ് ചെയ്യണം. അഫ് അഫ്. ഫായുടെ മഹ്റജ് പല്ലിന്റെ തുമ്പ് ചുണ്ടിൽ വെച്ചോണ്ട്, താഴെ ചുണ്ടില്, മുകളിലത്തെ പല്ലിന്റെ അടിഭാഗം, പല്ലിന്റെ താഴ്ഭാഗം അല്ലെ പല്ലിന്റെ അറ്റം താഴത്തെ ചുണ്ടില് വെച്ചോണ്ടാണ് നമ്മൾ ഫായനെ പറയേണ്ടത്. അതുപോലെ തന്നെ നന്നായിട്ട് കാറ്റ് പുറത്തു വരുന്ന ഒരു ലെറ്ററാണ് ഫ. അഫ്. ഓക്കെ. അഫ്. അപ്പൊ നമ്മള് പറയേണ്ടത് അലിഫ്. അലിഫ്. അവിടെ ഹംസയും ശ്രദ്ധിക്കണം. ആ. നമ്മൾ മലയാളത്തിലുള്ള ആയല്ല, ഇത് ആ. തൊണ്ടേന്ന് വരുന്ന ലെറ്ററാണ്. ഹംസ തൊണ്ടേന്നാണ് വരിക. അപ്പൊ ആ.
ഓക്കെ, അലിഫ്. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ടത് ഹംസയെ ശ്രദ്ധിക്കണം. ലാമിന് കെസ്റയാണ്, ലി. അലി. കെസ്റ പറയുമ്പോൾ താഴോട്ടാണ് അതിന്റെ സൗണ്ട് പോവുക. അലി, അലിഫ്, അലിഫ്. നമ്മൾ പെട്ടെന്ന് അങ്ങ് പോയിവിടരുത്. പെട്ടെന്ന് ഓതി പോവുക എന്നുള്ളതല്ല, കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും പ്രൊനൗൺസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പോകേണ്ടത്. അലിഫ്. നെക്സ്റ്റ് ലാമാണ്. ഈ ഒരു ചിഹ്നം ഖുർആനിൽ എവിടെ കണ്ടാലും രണ്ടിനേക്കാൾ കൂടുതൽ നീട്ടാനുള്ള മദ്ദിന്റെ ചിഹ്നമാണത്. ഓക്കെ, പല സ്ഥലങ്ങളിലും നമ്മൾ ഈ ഒരു ചിഹ്നം കാണും. ലാമിന്റെ മുകളിൽ നമ്മൾ കാണുന്ന ഒരു ചിഹ്നല്ലേ, അത് 2വിനേക്കാൾ കൂടുതൽ നീട്ടാനുള്ള, കൂടുതൽ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള മദ്ദിന്റെ ചിഹ്നമാണത്. അപ്പൊ ഇവിടെ നമ്മള് ലാമിനെ സംബന്ധിച്ച് ലാം അതിൽ പെട്ടതാണ്. ലാമിന്റെ മുകളിൽ അതുണ്ട്, അലിഫിന്റെ മുകളിലില്ല. അലിഫിന്റെ മുകളിലില്ല അലിഫ്, അതിന് നീട്ടാനൊന്നുമില്ല, അലിഫ്. പിന്നെ ഈ ലാം നമ്മൾ പറയുന്ന സമയത്ത് ലാമിനെ നമ്മൾ പറയും ഇങ്ങനെയാണ്, ലാം, ലാം. ഓക്കെ, ലാ ഒരു മദ്, മീമിന് സുക്കൂനും. അപ്പൊ തജ്വീദിന്റെ നിയമം അനുസരിച്ച് മദ്ദിന് ശേഷം സുക്കൂനുള്ള ഒരു അക്ഷരം വന്നു കഴിഞ്ഞാൽ 6 കൗണ്ട് നീട്ടിയിട്ടാണ് അതിനെ പാരായണം ചെയ്യേണ്ടത്. മദ്ദിന് ശേഷം ഏത് മദ്ദായാലും 3 തരം മദ്ദുണ്ട്. അലിഫ് മദ്ദുണ്ട്, വാവ് മദ്ദുണ്ട്, യാ മദ്ദുണ്ട്. ഏത് മദ്ദായാലും മദ്ദുണ്ടോ, മദ്ദിന് തൊട്ടടുത്ത് സുക്കൂനിട്ട ഒരു ലെറ്റർ ഉണ്ടോ, ആ മദ്ദിന് എന്ത് ചെയ്യണം, 6 കൗണ്ട് നീട്ടിയിട്ടാണ് നമ്മൾ പാരായണം ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഈ ലാമിനെ നമ്മൾ 6 കൗണ്ട് നീട്ടിയിട്ടാണ് പാരായണം ചെയ്യുക. ഓക്കെ, ലാം. ഓക്കെ, മീമിനെ, മീം എന്ന് പറഞ്ഞാല് മീം സുക്കൂൻ ഇട്ടാല് തവസ്സുത്തിന്റെ ലെറ്റർ ആണ് എന്ന് പറഞ്ഞാല് മിഡിൽ ടൈം, പെട്ടെന്ന് ഉച്ചരിച്ച് പോവുകയും ചെയ്യരുത്, എന്നാലും ഒരുപാട് സമയം എടുക്കുകയും ചെയ്യരുത്. മീമിനെ കറക്റ്റ്, മീമ് 2 ചുണ്ട് പൂട്ടിയിട്ടാണ് മീമിനെ പ്രൊനൗൺസ് ചെയ്യുക. 2 ചുണ്ടും കൂടി അടച്ചിട്ടാണ് മീമിന്റെ സൗണ്ട് വരുത്തുക. അപ്പൊ മീമിന്റെ മഹ്റജ് അതാണ്. അപ്പൊ നമ്മളത് ക്ലോസ് ചെയ്യണം കറക്റ്റ്. മീമിന്റെ സൗണ്ട് പുറത്ത് വരുന്ന രീതിയിൽ അതിനെ ക്ലോസ് ചെയ്യണം. ഓക്കെ, തൊടാതെ പോകരുത്. അങ്ങനെയാണ്. പിന്നെ ഉള്ളത് മീമാണ്. മീമിനെ നമ്മൾ എഴുതുന്ന സമയത്ത് ഇങ്ങനെ എഴുതുക, മീം. ഓക്കെ, ഇവിടെയാണെങ്കിലും ഇവിടെ യാമദ്ദാണിത്, യാമദ്ദാണ്. മദിന് ശേഷം സുക്കൂനിട്ടുള്ള ഒരു ലെറ്ററാണ് വന്നിരിക്കുന്നത്, മീം. അപ്പൊ ഇവിടെ നമ്മളുടെ എന്ത് റൂളാണ്, ഈ മീമിന്റെ മുകളിൽ അസാധാരണ മദ്ദിന്റെ ചിഹ്നങ്ങൾ കാണുന്നുണ്ടാവും. ഇങ്ങനെയുള്ള ഒരു ചിഹ്നം എന്ന് പറഞ്ഞാല് സാധാരണത്തിനേക്കാൾ കൂടുതൽ നീട്ടിയിട്ട് പാരായണം ചെയ്യാനുള്ള ചിഹ്നമാണ്. അപ്പോൾ ഇവിടെയും മദ്ദിന് ശേഷം സുക്കൂനിട്ട ലെറ്റർ വന്നിട്ടുണ്ട്, അതിനോണ്ട് 6 കൗണ്ട് നീട്ടിയിട്ടാണ് അതിനെ പാരായണം ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ മൊത്തത്തിൽ എഴുതുമ്പോൾ ലാം മീം ഇങ്ങനെ വരും. അപ്പൊ സുക്കൂനിട്ട മീമ് വരുന്നുണ്ട്. ഒരു സുക്കൂനിട്ട മീമിന്റെ ശേഷം മീമ് വന്നു കഴിഞ്ഞാൽ ഇത് 2 മീമും കൂടി മർജ് ചെയ്യും, ഇദ്ഗാം എന്ന് പറയും. ഇദ്ഗാമു ഷഫവി. മീമിന് ചുണ്ടിന്റെ ലെറ്റർ ആയതുകൊണ്ട് ഷഫത്തൈനാണ് ചുണ്ടിനെ അറബിയിൽ പറയുന്നത്, ഷഫത്തൈനാണ്. ഓക്കെ, ചുണ്ടിന്റെ അക്ഷരമായതുകൊണ്ട് മീമിന് പിന്നെ സാക്കിനായ നൂനിനും തൻവീനും നിയമം, ഇദ്ഗാമിന്റെ നിയമമുണ്ട്. അപ്പൊ സിംപ്ലി നമ്മൾ ഇദ്ഗാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതോ ഇതോന്ന് കൺഫ്യൂഷൻ ആവും. അപ്പൊ അതുകൊണ്ട് മീമിന്റെ നിയമങ്ങൾ പറയുന്ന സമയത്ത് മീമിന്റെ പേരും ഷഫവി എന്നുള്ള പേരും കൂടി കൂട്ടിയിട്ടാണ് പറയുക. അപ്പൊ ഇതിനെ ഇദ്ഗാമു ഷഫവി എന്ന് പറയും. അപ്പൊ ഇദ്ഗാമു ഷഫവി എന്ന് പറഞ്ഞാല് 2 കൂടി മിക്സ് ചെയ്യുക, സാക്കിനായ നൂനിനെയും തൊട്ടിപ്പുറത്തുള്ള കിസ്റുള്ള നൂനിനെയും കൂടി മിക്സ് ചെയ്തിട്ടാണ് പ്രൊനൗൺസ് ചെയ്യുക. അപ്പൊ അവിടെ ശ്രദ്ധ വരും, സാധാരണ ഗതിയിൽ ശ്രദ്ധ വരും, നമ്മളിത് കാണുന്നില്ല ഇതില്. അപ്പൊ ഇതിന് കുറച്ച് മണിക്കാനുണ്ടാവും. അങ്ങനെയാണ് മീമിന് കുറച്ച് മണിക്കാനുണ്ടാവും. അങ്ങനെയാണ് അത് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുക. അപ്പൊ നമ്മള് പാരായണം ചെയ്യുന്ന സമയത്ത് അലിഫ് ലാം മീം. ഓക്കെ, അങ്ങനെ സാവധാനമാണ് നമ്മളതിനെ നമ്മൾ പെട്ടെന്ന് പറഞ്ഞു പോകരുത്. ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുക. ഇത് കഴിഞ്ഞ ദിവസം എടുത്തതാണ്. ഓക്കെ, അലിഫ് ലാം മീമിന് അർത്ഥം ഇല്ല, അർത്ഥം നമ്മൾ പറയുന്നില്ല. പിന്നെ പല പണ്ഡിതന്മാരും പല രീതിയിലുള്ള അർത്ഥങ്ങൾ അതിന് പറയുന്നുണ്ട്. മുറിഞ്ഞ അക്ഷരങ്ങൾ,
ഹുറൂഫുൽ മുഖത്ത എന്നാണ് നമ്മൾ പറയുന്നത്. എന്ന് പറഞ്ഞാല് ഈ ശരിക്കും ഇത് അലം എന്ന് വായിക്കാലോ, അലമ അങ്ങനെ വായിക്കൂല ഇതിന്. അക്ഷരങ്ങൾ തമ്മിൽ കണക്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ് മുറിഞ്ഞത് എന്ന് പറയുന്നത്. അക്ഷരങ്ങൾ തമ്മിലും കണക്ഷൻ ഇല്ല, പിന്നീട് വരുന്ന ആയകൾ തമ്മിലും ഇതുമായിട്ട് കണക്ഷൻ ഇല്ല. മറ്റുള്ള ആയകളൊക്കെ കണക്ഷൻ ഉണ്ടാവും പരസ്പരം. അപ്പൊ അതുകൊണ്ട് ഇതിനെ ഹുറൂഫുൽ മുഖത്ത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒരായാണ് അത്, ഖുർആനിലെ ഒരായാണത്. നെക്സ്റ്റ്, ഇവിടെ ഒന്നും പാരായണത്തിൽ നമുക്ക് മിസ്റ്റേക്ക് സംഭവിക്കാനുള്ളത്, ഇവിടെ ഒരു റൈബില്ലേ, റൈബില് രണ്ട് അടുത്തടുത്ത് 3 പുള്ളികളിലെ അടയാളുണ്ട്. അഡ്ജസ്റ്റന്റ് ആയിട്ട് 3 ഡോട്ട്സ് ഉണ്ട്. അപ്പൊ ഇതില് ഏതെങ്കിലും ഒന്നിൽ നിർത്താം, ഏതെങ്കിലും ഒന്നിൽ നമുക്ക് നിർത്താം, രണ്ടിനും കൂടി നിർത്താൻ പാടില്ല. ഒന്നുകിൽ ദാലിക്കൽ കിതാബു ലാ റൈബ് അങ്ങനെ നിർത്താം, അല്ലെങ്കിൽ ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹ് അങ്ങനെ നിർത്താം. ഓക്കെ, രണ്ടും കൂടി നിർത്തരുത്, വേണമെങ്കിൽ നിർത്താണ്ടും പാരായണം ചെയ്യാം. അതാണ് അതിന്റെ റൂള്. പിന്നെ ഇവിടെ വേറൊരു കാര്യമുള്ളത്, തജ്വീദിന്റെ നിയമമുള്ളത്. അന്ന് പറഞ്ഞ പോലെ വിശദീകരിച്ച് പറയാം, തജ്വീദിന്റെ കാര്യം മാത്രമേ പറയാം നമുക്ക്. ഓക്കെ, ഇവിടെ ഒരു തൻവീൻ ഉണ്ട്, തൻവീൻ ഉണ്ട്, ഹുദൻ ഉണ്ട്. തൻവീന് കഴിഞ്ഞ തൊട്ടടുത്തുള്ള ലെറ്റർ ലീ ആണ്. തൻവീന് ഹുദൻ കഴിഞ്ഞാല് ഹുദല്ലി. ഇപ്പൊ സാക്കിനായ നൂനിനോ തൻവീനോ ശേഷം ലാമ് വന്നാൽ ഇദ്ഗാമാണ്, രണ്ടു കൂടി മിക്സ് ചെയ്തിട്ട്. ഹുദൻ എന്ന് പറയുന്നത് ഫതഹ തൻവീൻ എന്ന് പറഞ്ഞാൽ ഫതഹ പ്ലസ് നൂൻ സുക്കൂനാണ്. ഫതഹ തൻവീൻ ഈസ് ഈക്വൽ ടു ഫതഹ പ്ലസ് നൂൻ സുക്കൂൻ. നമുക്ക് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ മനസ്സിലാവും, അൻ അല്ലേ, അൻ അല്ല നമ്മൾ പറയാ, അൻ, ഇൻ, ഉൻ. അപ്പൊ തൻവീനിൽ എന്തുണ്ട്, ഒരു സാക്കിനായ നൂന് അതിലടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ആ നൂനിനെയാണ് എടുത്ത് ലാമിലോട്ട് മിക്സ് ചെയ്യും. ഇവിടെ ഒരു ഹുദായ ഉണ്ടാവും, ഹുദല്ലി, അത് പാരായണം ചെയ്യുന്നത് ഹുദല്ലി. അതുകൊണ്ടാണ് ഈ ലാമിന് കണ്ടല്ല ശ്രദ്ധ വന്നത്, ആ നൂനിങ്ങോട്ട് മിക്സ് ചെയ്തിരുന്നത് കൊണ്ടാണ് ലാമിന് ശ്രദ്ധ വന്നത്. ഇവിടെ ഇദ്ഗാമാണ്, മിക്സിംഗ് ആണ്. ഇദ്ഗാം എന്ന് പറഞ്ഞാൽ 2 എണ്ണം കൂടി കൂട്ടി യോജിപ്പിക്കുന്നതിനാണ് ഇദ്ഗാം എന്ന് പറയാ. 2 എണ്ണം കൂട്ടി മിക്സ് ചെയ്യുന്നതിനാണ് ഇദ്ഗാം പറയുന്നത്. ഈ മിക്സിങ് എന്തില്ല, മണിക്കാത്ത മിക്സിംഗ് ആണ്. ചിലത് മണിച്ചോണ്ട് മിക്സ് ചെയ്യും, ഇവിടെ എന്തില്ല, മണിക്കാതെ മിക്സ് ചെയ്യും. അപ്പൊ നമ്മൾ പാരായണം ചെയ്യാ, ഹുദല്ലിൽ മുത്തഖീൻ. ഖാഫിനെ ശ്രദ്ധിക്കണം, കാഫ് ആയി പോരുത്. കാഫ് ആയി പോയാൽ അക്ഷരത്തിന്റെ വാക്കിന്റെ അർത്ഥം മാറിപ്പോവും. ഖാഫിന്റെ മഹ്റജ് എവിടെയാണ്? ഖാഫിന്റെ മഹ്റജ് നമ്മള് നാവ് കൊണ്ട് മേലത്തെ അണ്ണാക്കിലോട്ട് ടച്ച് ചെയ്തിട്ട് ബാക്കോട്ട് പോകുന്ന സമയത്ത് ഏറ്റവും ബാക്കിൽ നാവെത്തുന്ന സ്ഥലത്ത് അവിടെ ഒരു സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന ഇറച്ചി ഭാഗം ഉണ്ടാവും. എല്ലാവരും തപ്പി വെക്കാൻ മനസ്സിലാവും. ബാക്കോട്ട് പോകുമ്പോൾ ഇങ്ങനെ മുകളിൽ കൂടി പോവുക, മുകളിൽ എണ്ണാക്കില്ലേ, ഇത് മുകളിൽ എണ്ണാക്കാണെങ്കിൽ നാവിനെ ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് ഇവിടെ ഉണ്ടാവും ഒരു ഇറച്ചി ഭാഗം. ആ ഭാഗത്തു നിന്നാണ് എന്ത് വരിക, പിന്നെ ഖാഫ് വരിക. ഖാഫ് പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, ബാക്ക് സൈഡ് പൊന്തിട്ടാണ്, ഹെവി ലെറ്റർ ആണ്, ബാക്കിൽ പൊങ്ങിയാണ് ഇതിനെ പ്രൊനൗൺസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ആയ ഇവിടെ അല്ലദീന, ഇവിടെ ഈ ആയ തുടങ്ങുന്നത് ഹംസത്തുൽ വസ്ൽ കൊണ്ടാണ് ഈ ആയ തുടങ്ങുന്നത്. ഓക്കെ, കണ്ട ഇവിടെ ഹംസത്തുൽ വസ്ൽ എന്ന് പറഞ്ഞാല് അലിഫിന്റെ മുകളില് സ്വാദിന്റെ തല, അലിഫിന്റെ മുകളില് സ്വാദിന്റെ തല ഉണ്ടാവും, ചെറിയൊരു കുട്ടി സ്വാദ് ഉണ്ടാവും. അതിനാണ് എന്ത് പറയാ, ഹംസത്തുൽ വസ്ൽ കണ്ടില്ലേ, അല്ലദീന കണ്ടല്ലോ, അല്ലദീനന്റെ സ്റ്റാർട്ടിങ്. അപ്പൊ ഹംസത്തുൽ വസ്ല് അതിന് പത്തേ കെസ്ര ലമ്മ എന്തായാലും ഈ ഒരു അവസ്ഥയിൽ അതിനെ കാണും. അത് പത്തേ ആയാലും കെസ്ര ആയാലും ലമ്മയായാലും എന്താണ് ഈ ഒരു രീതിയിലാണ് അതിനെ കാണും. അതിനെ അർക്കത്ത് കാണൂല നമ്മള്. അപ്പൊ നമ്മൾ വേണം അതിനെ അർക്കത്തിട്ട് കൊടുക്കാൻ. നമ്മൾ അർക്കത്തിട്ട് കൊടുക്കുമ്പോൾ റൂൾ അനുസരിച്ചാണ് നമ്മൾ അർക്കത്തിടേണ്ടത്.
ഈ ഒരു കേസിൽ പിന്നെ ഹംസത്തുൽ വസ്ൽ കഴിഞ്ഞിട്ട് വരുന്നത് ലാം സുക്കൂനാണ്. ശ്രദ്ധയുള്ള ലാമാണ് നമ്മൾ കാണുന്നത്. ശ്രദ്ധയുള്ള ലാം ഈസ് ഈക്വൽ ടു ലാം സുക്കൂൻ പ്ലസ് ലാം ഫതഹ. ലാം സുക്കൂൻ പ്ലസ് ലാം ഫതഹക്കാണ് ലാം ശ്രദ്ധ വരുന്നത്. അപ്പൊ ഫസ്റ്റ് ലെറ്റർ ലാം എന്താണ്? സുക്കൂനാണ്. അപ്പോൾ ഹംസത്തുൽ വസ്ലിന് ശേഷം ലാം സുക്കൂൻ വന്നാൽ ഹംസത്തുൽ വസ്ലിന് ഫതഹയാണ് കൊടുക്കുക. കഴിഞ്ഞ ക്ലാസ് നമ്മൾ വിശദീകരിച്ച് പറഞ്ഞാണ്. ഓക്കെ, അപ്പൊ ഇവിടെ അല്ലദീന നമ്മൾ പറയാ. അല്ലദീന ഹംസത്തുൽ വസ്ല് നമ്മളിപ്പോ ഓതി ശീലമുള്ളതിനോണ്ട് നമ്മൾ എന്ത് ചെയ്യും? അല്ലദീനയാണ് നമ്മൾ അല്ലെങ്കിലും പാരായണം ചെയ്യുന്നത്. പക്ഷെ ഇതിന്റെ റൂള് പഠിച്ചാല് നമ്മൾ സാധാരണ പാരായണം ചെയ്യാത്ത പിന്നെ ആയകൾ വരുന്ന സമയത്ത് നമ്മൾ കൺഫ്യൂഷൻ ആയി പോകും. അങ്ങനത്തെ ആയകളിലും ഉണ്ടാവത്. ഓക്കെ, അപ്പൊ ലാം സുക്കൂനിന് മുന്നേ ഹംസത്തുൽ വസ്ൽ ഉണ്ടെങ്കിൽ അതിന് ഫതഹയാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഹംസത്തുൽ വസ്ലിന് ശേഷം ലാം സുക്കൂൻ ആണെങ്കിൽ അതിന് ഫതഹയാണ് കൊടുക്കുക. അല്ലദീന, അല്ലദീന. പിന്നെ ഇവിടെ ശ്രദ്ധിക്കാനുള്ള വേറൊരു കാര്യം, ഈ യു വാവിന്റെ മുകളിലൊരു ഹംസ ഉണ്ട്. ഹംസ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ യു പറയരുത്, യു പറയരുത്. കട്ട് ചെയ്തിട്ടാണ് അതിനെ പ്രൊനൗൺസ് ചെയ്യേണ്ടത്. ഹംസത്തുൽ ഖത്അ എന്നാണ് ഇതിന്റെ പേര്. നമ്മൾ മുകളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഹുറൂഫുൽ മുഖത്തഅ, കട്ട് ചെയ്ത അക്ഷരങ്ങൾ എന്ന്. അതേപോലെയുള്ള ആ അക്ഷരമല്ല ഇത്, ആ പേര് ഇവിടെ കട്ട് ചെയ്തിട്ട് പ്രൊനൗൺസ് ചെയ്യുന്നത് കൊണ്ടാണ് ഇതിനെന്ത് പറയുന്നത്? ഹംസത്തുൽ ഖത്അ എന്നാ പറയാ. ഓക്കെ, ഇത് ഹംസത്തുൽ വസ്ല്. രണ്ട് ഹംസകളാണ്. ഒന്ന് ഹംസത്തുൽ വസ്ല്, മറ്റൊന്ന് ഹംസത്തുൽ ഖത്അ. ഓക്കെ, ഇവിടെ ഉള്ളത് ഹംസത്തുൽ വസ്ലാണ്, സ്വാദിന് തരയുള്ളത്. ഇത് ഹംസത്തുൽ ഖത്അയാണ്. ഈ ഹംസത്തുൽ വസ്ല് എല്ലാ സ്ഥലത്തും പ്രൊനൗൺസ് ചെയ്യൂല. ഹംസത്തുൽ വസ്ലിനെ എല്ലാ സ്ഥലത്തും പ്രൊനൗൺസ് ചെയ്യാത്ത സ്ഥലം നമ്മളിപ്പോ കാണും. ഓക്കെ, ഒരു വാക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മാത്രമേ അതിനെ പ്രൊനൗൺസ് ചെയ്യുള്ളൂ. വാക്കുകൾക്കിടയിൽ അതിനെ പ്രൊനൗൺസ് ചെയ്യില്ല. പക്ഷെ ഹംസത്തുൽ ഖത്അയിനെ എല്ലാ കേസിലും എവിടെ വന്നാലും, സ്റ്റാർട്ടിങ് ഓർ മിഡിൽ ഓർ എൻഡ് എവിടെ വന്നാലും അതിനെ പ്രൊനൗൺസ് ചെയ്യും. സുക്കൂനിട്ട് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ കട്ട് ചെയ്തിട്ട് പ്രൊനൗൺസ് ചെയ്യണം. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. യുഅ്മിനൂന, അല്ലദീന യുഅ്മിനൂന. ഓക്കെ, യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന. ഇവിടെ കണ്ടില്ലേ അസ്സലാത്തില്, അസ്സലാത്തിന്റെ സ്റ്റാർട്ടിങ്ങിൽ എന്താണ്? ഹംസത്തുൽ വസ്ലാണുള്ളത്. പക്ഷെ നമ്മൾ അവിടെ നിന്നല്ലല്ലോ, നമ്മൾ ഇവിടുന്ന് വന്നിട്ട് അല്ലെ ഇതിനെ കണക്ട് ചെയ്തിട്ടല്ലേ പ്രൊനൗൺസ് ചെയ്യാ. വയുഖീമൂന സ്വലാത്ത, അങ്ങനല്ലേ പറയാ, വയുഖീമൂന സ്വലാത്ത. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യല, ഈ നൂനിന്റെ ഫതഹ കഴിഞ്ഞിട്ട് നമ്മൾ സ്വാദിലോട്ടാ പോവുക. ഇവിടെ ഉള്ള ഒരു ലാമുണ്ട്, ഇവിടെ ഒരു ഹംസത്തുൽ വസ്ലുണ്ട്, ഒരു ലാമുണ്ട്. ഇത് രണ്ടിനെയും നമ്മൾ പ്രൊനൗൺസ് ചെയ്യൂല. ഓക്കെ, രണ്ടിനെയും പ്രൊനൗൺസ് ചെയ്യൂല. പ്രൊനൗൺസ് ചെയ്യാതിരിക്കാനുള്ള, ലാമിനെ പ്രൊനൗൺസ് ചെയ്യാതിരിക്കാനുള്ള കാരണം എന്താന്ന് വെച്ചാല്, ഈ വാക്കുകളുടെ തുടക്കത്തിൽ രണ്ടു തരം ലാമുണ്ടാവും. ഇങ്ങനെയുള്ള റാമുണ്ടാവും, ഒന്നുമില്ലാത്ത ലാമുണ്ടാവും. ഓക്കെ, സുക്കൂനുള്ള ലാമുണ്ടാവും, അടയാളങ്ങളൊന്നുമില്ലാത്ത ലാമുണ്ടാവും. ഈ സുക്കൂനുള്ള ലാമിനെ ലാമുൽ ഖമരിയ എന്നാ പറയാ. ഇതിനെ നമ്മള് ലാമുൽ ഖമരിയ പറയും. ഇത് നമ്മൾ പ്രൊനൗൺസ് ചെയ്യും. കാരണം ഇതിന് പ്രൊനൗൺസ് ചെയ്യാനുള്ള അടയാളം അവിടെ ഉള്ളത് കൊണ്ട്, ഖമറിന്റെ ചിഹ്നം ഉള്ളത് കൊണ്ട് ഇതിനെ നമ്മൾ പ്രൊനൗൺസ് ചെയ്യും. ഇതിനെന്തില്ല? ചിഹ്നമില്ല. ഇവിടെ കാണുന്നതിന് ചിഹ്നമല്ല. ഓക്കെ, അറബിയിൽ 28 അക്ഷരങ്ങളിൽ 14 അക്ഷരത്തിന്റെ മുന്നേ വരുന്നത് ഈ ചിഹ്നമുള്ളതും 14 എണ്ണത്തിന് ചിഹ്നമില്ലാത്ത ലാമുക വരിക. ഈ ആദ്യത്തെ ചിഹ്നമുള്ള അക്ഷരങ്ങൾക്ക് പറയുന്ന, ചിഹ്നം കൂടിയുള്ള ലാമ് വരുന്ന അക്ഷരങ്ങൾക്ക് ലാമുൽ ഷംസിയ, ലാമു ഷംസിയ, ഷംസിയ ലെറ്ററിന് ലാമുൽ ഖമരിയ, ഖമരിയ ലെറ്ററിന്റെ അടുത്ത് മുന്നില് ലാം സുക്കൂൻ വന്നാലാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുക. അപ്പൊ നമ്മൾ നിയമങ്ങളൊന്നും അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് പ്രൊനൗൺസ് ചെയ്യാൻ എന്തുണ്ടാവും? അതിന്റെ ഒരു അടയാളം ഉണ്ടാവും ഇവിടെ. ബിൽ, ഇത് കണ്ടില്ലേ ഇവിടെ ബിൽ ഗൈബില് അവിടെ ലാമാണ്, അതിനെന്തുണ്ട്? അൽ ബിൽ, നമ്മൾ ബില്ലല്ലേ പറയാ, ബിൽ ഗൈബ്. അതുകൊണ്ട് തന്നെ ഗൈനിന് ശ്രദ്ധയില്ല. ഇവിടെ ലാമിന് സുക്കൂൻ ഇല്ലാത്തതിനോണ്ട് സ്വാദിന് ശ്രദ്ധ ഉണ്ട്. ഓക്കെ, അസ്സലാത്ത. ഓക്കെ, വയുഖീമൂന സ്വലാത്ത. ക്ലിയർ ആണെന്ന് വിചാരിക്കുക. നൂനിന്റെ ഫതഹ കഴിഞ്ഞിട്ട് എങ്ങോട്ട് വരും? നൂനിന്റെ ഫതഹ കഴിഞ്ഞ് നമ്മള് സ്വാദിലോട്ടാ വരിക. അസ്വാദ്, രണ്ട് സ്വാദ് ഉണ്ട്. അത് ഫതഹ സുക്കൂൻ സ്വാദ് ഫസ്റ്റ്, ദെൻ ഫതഹ.
വയുഖീമൂന സ്വാദ് ഹെവി ലെറ്റർ ആണ്, എക്സ്ട്രാ ഹെവി ലെറ്റർ ആണ്. ഞാൻ ലാസ്റ്റ് കാണിച്ചു തരും എക്സ്ട്രാ ഹെവിയും ലെറ്ററിന്റെയും എന്റെ മഹ്റജും അതിന്റെ സിഫാത്തിന്റെ രീതി ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ, ക്ലാസ് കഴിഞ്ഞിട്ട്. ഓക്കെ, അസ്വലാത്ത ഹെവി ലെറ്റർ, നാവിന്റെ ബാക്ക് നല്ലോണം പൊന്തി സൗണ്ട് എന്ത് ചെയ്യാ, സൗണ്ട് അവിടെ അണ്ണാക്കിന്റെയും നാവിന്റെയും അടുക്ക് സൗണ്ട് കുടുങ്ങി നിന്നിട്ടാണ് എക്സ്ട്രാ ഹെവി ലെറ്റർ കംപ്രഷൻ എന്ന് പറയുന്നത്. അത് അങ്ങനെയാണ് ഇതിനെ പ്രൊനൗൺസ് ചെയ്യുക. അസ്സലാത്ത വയുഖീമൂന അസ്സലാത്ത വമിമ്മ. അവിടെ മീമിന് എന്തുണ്ട്, ശ്രദ്ധയുണ്ട്. ആ മീമിന് ശ്രദ്ധ ഉണ്ടായാല് മണിക്കുക, മീമിനും നൂനിനും ശ്രദ്ധ ഉണ്ടെങ്കിൽ മണിക്കുക. വമിമ്മ റസഖ്നാഹും, റസഖ്നാഹും റാ ഹെവി ലെറ്റർ ആണ്. ഫത്തഹ വന്നാൽ ഹെവിയാണ്, ലമ്മ വന്നാൽ ഹെവിയാണ്. റാ പറയരുത്. റാ പറഞ്ഞ് നമ്മുടെ വായന്ന് സൗണ്ട് ഇങ്ങനെ, നാവ് ഇങ്ങനെ ആണെങ്കിൽ സൗണ്ട് ഇങ്ങനെ പോരുത്. ഇങ്ങനെ ഹെവി ലെറ്ററിന് അണ്ണാക്കിലോട്ട് സൗണ്ട് പോവും. അപ്പോഴാണ് അതിന് ഹെവി വരിക. റോ റോസ ലൈറ്റാണ്. റോസ റോസഖ്. ഖാഫ് കൽക്കലയുടെ ലെറ്റർ ആണ്. അവിടെ ഗ്രീൻ കളറിൽ കാണിച്ചത് അത് കൽക്കലയുടെ ലെറ്റർ ആണ്. അഖ് മുഴക്കിയിട്ട് അതിനെ പ്രൊനൗൺസ് ചെയ്യുക. അഖ് റോസഖ് പെട്ടെന്ന് പ്രൊനൗൺസ് ചെയ്യാം. പെട്ടെന്ന് നമ്മൾ നേരത്തെ മീമിനെ പറഞ്ഞപ്പം പറഞ്ഞില്ലേ പെട്ടെന്ന് പോരുത് എന്ന്. ഖാഫിനാണെങ്കിൽ പെട്ടെന്ന് പോവും. അഖ് റസഖ് റസഖ്നാഹും റസഖ്നാഹും. ഓക്കെ, അവിടെ ഒരു മീമുണ്ട്. നെക്സ്റ്റ് അടുത്ത ലാസ്റ്റ് റസഖ്ന യുൻഫിഖൂൻ. യുൻഫിഖൂൻ ഇവിടെ നൂനിന് സുക്കൂൻ ഉണ്ട്. സാക്കിനായ നൂൻ ഇങ്ങനെയും വരും ഇങ്ങനെയും വരും. ചിഹ്നം സുക്കൂനുള്ള ലാമ് വന്ന പോലെ തന്നെ സാക്കിനായ നൂനും എങ്ങനെ വരും, നൂനിന് സുക്കൂന്റെ ചിഹ്നം ഇല്ലാതെയും വരും, സുക്കൂന്റെ ചിഹ്നത്തോടെയും കൂടിയും വരും. അപ്പൊ എങ്ങനെ വന്നു കഴിഞ്ഞാലും സാക്കിനായ നൂനിനെയോ തൻവീനിനെയോ രണ്ട് തരത്തിൽ വരും. തൻവീന് ഫതഹ തൻവീൻ, കെസ്ര തൻവീൻ, വമ്മ തൻവീൻ. ഇതെങ്ങനെ എവിടെ കണ്ടു കഴിഞ്ഞാലും അവിടെ എന്തുണ്ടാവും, തജ്വീദിന്റെ ഒരു റൂള് നിർബന്ധമായിട്ടുണ്ടാവും. ഓക്കെ, സാക്കിനായ നൂന് നിങ്ങളെല്ലാരും യൂട്യൂബിലോ അല്ലാണ്ടോ ഒക്കെ കേട്ടിട്ടുണ്ടാവും. എല്ലാരും തജ്വീദ് പഠിക്കാൻ തുടങ്ങുന്ന ആൾക്കാരെല്ലാം എന്ത് കേടും, സാക്കിനായ നൂനിന്റെയും തൻവീന്റെയും നിയമങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മൾ ഖുർആൻ ഓതുന്ന സമയത്ത് നൂൻ സുക്കൂൻ ഓർ തൻവീൻ ഫതഹ കെസ്ര ലമ്മ ഏത് തൻവീനായാലും അതിനൊരു തജ്വീദിന്റെ റൂൾ ഉണ്ടാവും. ഇപ്പൊ ഈ രണ്ടും കൂടി ഒരുമിച്ച് പറയാൻ കാരണം എന്താ വെച്ചാൽ ഇതിന് ഒരേ റൂളാണ്. സാക്കിന നൂനിനും തൻവീനും സെയിം റൂളാണ്. അങ്ങനെ വരാനുള്ള കാരണം എന്താന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. തൻവീനിൽ എന്തുണ്ട്, തൻവീൻ ഫതഹ തൻവീൻ എന്ന് പറഞ്ഞാല് നൂൻ സുക്കൂൻ പ്ലസ് ഫതഹയാണ് ഫതഹ തൻവീൻ. അപ്പൊ തൻവീനകത്ത് നൂൻ അടങ്ങിയതുകൊണ്ട് സാക്കിനായ നൂനിനും തൻവീനും ഒരേ നിയമമാണ്. അപ്പൊ നമ്മൾ നിയമങ്ങൾ ഏതാണെന്ന് നോക്കുക, നമ്മൾ തൊട്ടടുത്ത അക്ഷരം നോക്കിയിട്ടാണ്. നിയമം നമ്മൾ കണക്കാക്കുന്നത് തൊട്ടടുത്തുള്ള ലെറ്ററിനെ നോക്കിയിട്ടാണ്. ഇവിടെ നൂൻ സുക്കൂന് കഴിഞ്ഞിട്ട് അടുത്ത അക്ഷരം ഫായാണ്. ഫ ഫി അല്ലെ, യും ഫി. അപ്പൊ ഇവിടെ മണിക്കണം. ഈ നിയമത്തിന്റെ പേര് ഇത് ഇഖ്ഫ എന്നാണ്. ഇഖ്ഫ എന്ന് പറഞ്ഞാല് മറച്ചു വെച്ച് മണിക്കുക. നൂനിന്റെ സൗണ്ടിനെ മറിച്ചിട്ട് മണിക്കുക. സാക്കിന നൂനിന്റെ സൗണ്ടിനെ മറിച്ച് വെച്ചിട്ട് മണിക്കുന്നതിനാണ് ഇഖ്ഫ എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് നൂനിന്റെ മഹ്റജിലൊന്നും കൊണ്ടുപോയിട്ട് തൊടരുത്. ഈ ഒരു കേസിൽ ഫായുടെ കേസിൽ ഫാന്റെ മഹ്റജിൽ വെച്ചിട്ടാണ് അതിനെ മണിക്കുക. എല്ലാ കേസിലും അങ്ങനെയല്ല. ചില അക്ഷരങ്ങളുടെ മഹ്റജിൽ വെച്ചിട്ട് മണിക്കും. അത്തരം ഒരു അക്ഷരമാണ് എന്ത്, ഫ. ഫ. അപ്പൊ ഫായുടെ മുന്നിൽ സാക്കിനായ നൂനോ തൻവീനോ വന്നാൽ മണിക്കണം. മണിക്കുക എങ്ങനെയാണ്, ഫാന്റെ മഹ്റജില് ഒരുപാട് പ്രസ് ചെയ്യരുത്, ജസ്റ്റ് അതില് ഒന്ന് തൊട്ടുകൊണ്ട് മണിക്കുക. യുൻഫിഖൂൻ യുൻഫിഖൂൻ. ക്ലിയർ ആയി വിചാരിക്കുക. നെക്സ്റ്റ് മീനിങ് നമ്മൾ പറഞ്ഞിട്ടില്ല. മീനിങ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞാണല്ലോ. ഞാൻ മീനിങ് ക്ലാസ് റൂമിൽ പോസ്റ്റ് ചെയ്യാം.
നിങ്ങൾക്ക് അതിൽ നോക്കിയിട്ട് വായിക്കാൻ പറ്റുമല്ലോ. ഇത് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തേത് മിസ്സാവും കേട്ടോ. ഓക്കെ, അപ്പൊ ഈ അയാളുടെ സ്റ്റാർട്ടിങ് വാവാണ്. വ മീൻ ആൻഡ്. ഈ വാവ് ആൻഡ് പറയാനുള്ള വാവാണ്. ഓക്കെ, ആൻഡ് വല്ലദീന. ഇത് വാവിന് ശേഷം സത്തുൽ വസ്ലുണ്ട്, അതിനെ പ്രൊനൗൺസ് ചെയ്യൂല. കാരണം വാവ് ഒരു ലെറ്റർ ആണെങ്കിലും അതൊരു വാക്കായിട്ട് പരിഗണിക്കുക. ഒരു ലെറ്റർ ആണ്, പക്ഷെ ഒരു ആൻഡ് എന്നുള്ള വാക്കാണത്. ഓക്കെ, അപ്പൊ അതിന് കഴിഞ്ഞിട്ട് ഹംസത്തുൽ വസ്ലുണ്ട്, അത് കഴിഞ്ഞിട്ട് ലാമാണ് വന്നതെങ്കിൽ എന്ത് വന്നാലും രണ്ട് വാക്കുകൾക്കിടയിലുള്ള ഹംസത്തുൽ വസ്ൽ എന്ത് ചെയ്യില്ല, പ്രൊനൗൺസ് ചെയ്യൂല. അപ്പൊ വല്ല, വാവിന്റെ ഫത്തഹ കഴിഞ്ഞിട്ട് ലാമിലേക്ക് പോകും. വല്ല, വല്ലദീന, വല്ലദീന യുഅ്മിനൂന. ഹംസത്തുൽ ഖത്തയനെ ശ്രദ്ധിക്കുക. യുഅ്മിനൂന. ഓക്കെ, യുഅ്മിനൂന ബിമാ ഉൻസില. ഇവിടെ രണ്ട് നിയമമുണ്ട്, ഇതിനകത്ത് രണ്ട് റൂളുണ്ട്. ഒന്ന് എന്താണെന്ന് വെച്ചാൽ മദ്ദിന്റെ നിയമമുണ്ട്, മദ്ദിന്റെ നിയമം. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെയുള്ള മദ്ദ് എവിടെ കണ്ടാലും അത് 2-നേക്കാൾ കൂടുതൽ കൗണ്ട് നീട്ടാനുള്ളതാണ്. ഒരു ആർക്ക് ഫതഹ, കെസ്റ, ലമ്മ തീരെ നീട്ടൂല, നീട്ടുകയല്ല, അതങ്ങനെ പറയുള്ളൂ. ഓക്കെ, ഫതഹ, കെസ്റ, ലമ്മ. അതിന്റെ കൂടെ ഫതേനെ നീട്ടാൻ ഒരു അലിഫ് മദ്ദ വന്നാല് 2 കൗണ്ട് ആ പറയും. ആ. കെസ്റയെ നീട്ടാൻ യാ മദ് ഉണ്ടെങ്കിൽ 2 കൗണ്ട് ഈ. ലമ്മയെ നീട്ടാൻ വാവ് മദ് ഉണ്ടെങ്കിൽ ഊ, അങ്ങനെ പറയും. ഓക്കെ, ഇത് സാധാരണ മദ്ദാണ്, സാധാരണയുള്ള മദ്ദാണ്. 2 കൗണ്ട് നീട്ടുക. അതിന് ഇങ്ങനത്തെ ചിഹ്നം ഉണ്ടാവൂല. ഇങ്ങനത്തെ ചിഹ്നം കണ്ടു കഴിഞ്ഞാല് എന്തുണ്ടാവും? മീമിന്റെ അലിഫ് മദ്ദിന്റെ മുകളിൽ അതാ ഒരു അസാധാരണ മദ്ദിന്റെ ചിഹ്നം. അപ്പൊ ഈ അസാധാരണ മദ് ഉണ്ടാവണമെങ്കിൽ ആദ്യം ഒരു സാധാരണ മദ് ഉണ്ടാവണം. ഫത്തേനെ നീട്ടാനുള്ള അലിഫ് മദ്ദിന് ശേഷം, കെസ്റയെ നീട്ടാനുള്ള യാ മദ്ദിന് ശേഷം, ലമ്മയെ നീട്ടാനുള്ള വാവ് മദ്ദിന് ശേഷം മാത്രമേ എന്ത് വരുള്ളൂ? അസാധാരണ മദ് വരുള്ളൂ. ആദ്യം ഫസ്റ്റ് കണ്ടീഷൻ ഈ മദ് ഉണ്ടാകുക എന്നുള്ളതാണ്. ഒരു ഒറിജിനൽ മദ് എന്തായാലും ഉണ്ടാവണം. ഇപ്പൊ ഒറിജിനൽ മദ് ഇവിടെ ഉണ്ട്, മീമിനൊരു അലിഫ് മദ് ഉണ്ട്, മാ എന്നുള്ള മദ് ഉണ്ട്. അപ്പൊ മീമിന്റെ മദ് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് വന്നിരിക്കുന്നത് ഹംസയാണ്. അപ്പൊ മദ്ദിന് ശേഷം ഹംസ വന്നാൽ 4 കൗണ്ട് നീട്ടാനുണ്ടാവും, 4 കൗണ്ട് നീട്ടാനുണ്ടാവും. അതുകൊണ്ടാണ് ഈ മീമിന്റെ അലിഫ് മദ്ദിന്റെ മുകളിൽ ഒരു അസാധാരണ ചിഹ്നത്തിന്റെ അടയാളം കാണുന്നത്. അത് 2-നേക്കാൾ കൂടുതൽ നീട്ടാനുള്ളതാണ്. നേരത്തെ നമ്മൾ ലാമിനെ കണ്ടില്ലായിരുന്നോ? ലാമിനെയും മീമിനെയും. അത് 6 ആവാനുള്ള കാരണം മദ്ദിന് ശേഷം സുക്കൂന് വന്നത് കൊണ്ടാണ്. മദ്ദിന് ശേഷം സുക്കൂൻ ആയത് കൊണ്ടാണ് അവിടെ 6 കൗണ്ട് വന്നത്. ഇവിടെ മദ്ദിന് ശേഷം എന്താണുള്ളത്? മദ്ദിന് ശേഷം ഹംസയായാൽ 4 കൗണ്ട്. അങ്ങനെ അത് പഠിച്ചു വെച്ചാൽ മതി. എല്ലാ സ്ഥലത്തും ഇത് തന്നെ ഉണ്ടാവും, ഇന്ന് മാറ്റമൊന്നും ഉണ്ടാവില്ല. ഈ മദ് ഒരുപാട് സ്ഥലത്തുണ്ടാവും. ഓക്കെ, അപ്പൊ ഇതിന് വേറൊരു റൂൾ എന്താന്ന് വെച്ചാല്, ഇത് രണ്ട് വാക്കിലാണുള്ളത്. മദ് വേറെയാണ്, ഹംസ വേറെ വാക്കിലാണ് അല്ലെ. മദ് ഹംസയും കൂടി ഒരു വാക്കിലല്ല വന്നിരിക്കുന്നത്. അപ്പൊ മദ് വേറെ വാക്കില്, ഹംസ വേറെ വാക്ക്. ബിമ ഒരു വാക്കാണ്, ഉൻസില വേറെ വാക്കാണ്. ബിമ ഒരു വാക്കാണ്, ഉൻസില വേറെയാണ്. അപ്പൊ ഇത് രണ്ടും സെപ്പറേറ്റ് ആണ്, വേറെ വേറെ വാക്കുകളിലാണ്. അപ്പൊ ഈ 4 കൗണ്ട് ഓപ്ഷണൽ ആണ്, നിർബന്ധമില്ല, നമുക്ക് വേണമെങ്കിലാണ് നീട്ടിയാൽ മതി. മിക്ക ആൾക്കാരും നീട്ടിയിട്ടാണ് പാരായണം ചെയ്യുക, ചിലര് നീട്ടാതെയും പാരായണം ചെയ്യുന്നത് കേൾക്കാം. ഓക്കെ, 4 കൗണ്ട് നീട്ടലാണ് ഓപ്ഷണലാണ്. ഇനി നമ്മളോട് നീട്ടാനൊക്കെ മറന്നു പോയാൽ അതിൽ മിസ്റ്റേക്ക് ഉണ്ടെന്നൊന്നും പറയാൻ പറ്റൂല. ഓക്കെ, പക്ഷെ വേറൊരു കണ്ടീഷൻ എന്താന്ന് വെച്ചാൽ, ഇങ്ങനെ വരുന്ന ഒരു സ്ഥലത്തും പിന്നെ നമ്മൾ നീട്ടരുത്. ഇങ്ങനെ വരുന്ന എല്ലാ സ്ഥലത്തും പിന്നെ നമ്മൾ നീട്ടാണ്ട് പാരായണം ചെയ്യണം. ഒരു സ്ഥലത്ത് നീട്ടിയും വേറെ സ്ഥലത്ത് നീട്ടാണ്ട് നമുക്ക് പാരായണം ചെയ്യാം. ഇപ്പൊ ഇവിടെ നീട്ടിയില്ല, അത് പറ്റൂല. രണ്ടിലും ഒരേപോലെ ചെയ്യുക. ഓക്കെ, നീട്ടുകയാണെങ്കിൽ എല്ലായിടത്തും നീട്ടുകയാണെങ്കിൽ 4 കൗണ്ട് ആണ് അതിന്റെ ഇത്. അപ്പൊ ഇതിന്റെ പേരെന്താന്ന് വെച്ചാൽ മദ്ദുൽ മുൻഫസിൽ. അൽ മദ്ദുൽ മുൻഫസിൽ. വേണമെങ്കിൽ നീട്ടിയാൽ മതി. ബിമാ ഉൻസില. പിന്നെ വേറൊരു റൂളായിട്ടുള്ള എന്താന്ന് വെച്ചാൽ അവിടെ നൂൻ സുക്കൂൻ ഉണ്ട്. സായുടെ മുന്നില്, സാ ലെറ്ററിന്റെ മുന്നിലുണ്ട് നൂൻ സുക്കൂൻ അല്ലെ, ഇങ്ങനെയുള്ളത്. അപ്പൊ സാക്കിന നൂനുണ്ട്, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. സാക്കിന നൂനും
തൻവീനും എവിടെ കണ്ടാലും എന്തുണ്ടാവും? ഒരു പിന്നെ തജ്വീദിന്റെ നിയമം ഉണ്ടാവുന്നു. അപ്പൊ അവിടെ സായ അതുകൊണ്ട് ഇതും എന്താണ്? ഇഖ്ഫ ആണ്. ഇഖ്ഫ എന്ന് പറഞ്ഞാൽ മറിച്ച് മണിക്കുക. ഇത് സായുടെ മറജ് കൊണ്ടുവരുന്നത്. നമ്മൾ നേരത്തെ പാ ആയിരുന്നപ്പോ പാടെ മറജിൽ വെച്ചിട്ടായിരുന്നു മണിച്ചത്. ഇവിടെ നമ്മള് എവിടെയും തൊടാണ്ടാ മണിക്കുക. നൂനിന് തൊടൂല, നൂനിനെ തൊടാൻ പാടില്ല, സായിദും തൊടാൻ പാടില്ല. നാവ് എയറിൽ വെച്ച് എന്ന് പറഞ്ഞാല് വായന്റെ ഉള്ളില് എവിടെയും ഒഴിഞ്ഞ സ്ഥലല്ലേ അവിടെ വെച്ചിട്ട് മണിക്കുക. സായുടെ മറജിന്റെ അടുത്തേക്ക് പോകാം. ഈ മണിച്ച് കഴിഞ്ഞിട്ട് സാ പറയാൻ വേണ്ടി ഉൻസില ഉൻസില. ഓക്കെ, അപ്പൊ ബിമാ ഉൻസില. ഓക്കെ, ഉൻസില ഇലൈക. ഇവിടെയും സെയിം നിയമമാണ്. ഞാൻ കൂടുതൽ പറയുന്നില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് കാണല്ലോ. സെയിം നിയമമാണ്, സെയിം വാക്കുമാണ്. മദ്ദിന് ശേഷം ഹംസ വന്നു രണ്ട് വാക്കിലാണ്. ഓപ്ഷനിലായിട്ട് നീട്ടാം. പിന്നെ ഇവിടെ ഉള്ളത് മിയൻ കബിൽ. നൂനിന് സക്കിന നൂനിന് ശേഷം ഖാഫ് വന്ന്, അതും എന്താണ്? ഇഖ്ഫ ആണ്. ഇവിടെ ഹെവി ആണ്. ഖാഫ് ഹെവി ആയതുകൊണ്ട് ഇവിടെ ഹെവി ഇഖ്ഫ ആണ്. രണ്ടു തരം ഇഖ്ഫ ഉണ്ട്. ലൈറ്റ് ഇഖ്ഫ ഉണ്ട്, ഹെവി ഇഖ്ഫ ഉണ്ട്. ഇപ്പൊ ലൈറ്റ് പറയുമ്പോൾ ലൈറ്റ് ആയിട്ട്, ഹെവി പറയുമ്പം നാവിന്റെ ബാക്ക് സൈഡ് പൊന്തിച്ചിട്ട് ഹെവി ആക്കിയിട്ടാണ് നമ്മൾ അതിനെ മണിക്കുക. മിയൻ കബിലി. ഓക്കെ, മിയൻ കബിലി. ഓക്കെ, മിയൻ കബിലി. ഇത് ഖാഫിന്റെ മറജിൽ വെച്ചിട്ടാണ് മണിക്കുക. ഖാഫിനെ മിയൻ ഖാഫിന്റെ മറജ് കൊണ്ടുപോയിട്ട് മണിക്കാൻ പറ്റുള്ളൂ അതിന്. മിയൻ കബിൽ. പിന്നെ ബാ കൽക്കലയുടെ ലെറ്ററാണ്. അബ് സമയം കൊടുക്കരുത്. അബ് പെട്ടെന്ന് പ്രൊനൗൺസ് ചെയ്യുക. മിയൻ കബിലിക. ഓക്കെ, നെക്സ്റ്റ് വബിൽ ആഖിറതി. ഇതില് നിയമങ്ങളൊന്നുമില്ല. ആഖിറതി ഹും യൂഖിനൂൻ. ഇവിടെ പിന്നെ വഖഫിനൊരു നിയമമുള്ള എന്താന്ന് വെച്ചാല്, മൊത്തത്തിൽ എല്ലാ കൂടിയും വഖഫിന്റെ നിയമം എന്താന്ന് വെച്ചാല്, നമ്മള് ഫതഹ, കെസ്റ, ലമ്മ, കെസ്റ തൻവീൻ, ലമ്മ തൻവീൻ, ഈ 5 കേസിൽ നമ്മൾ സുക്കൂൻ ഇട്ടിട്ടാണ് നിർത്തുക. അതിനെ സുക്കൂൻ ഇട്ടിട്ടാണ് നിർത്തുക. അതാണ് സുക്കൂന് വഖഫിന്റെ നിയമം. ഫതഹന്റെ ഇപ്പൊ ഇലൈക്കാല് നിർത്തണമെങ്കിൽ ഇലൈക്ക് അങ്ങനെ സുക്കൂൻ ഇട്ടിട്ടാണ് നിർത്തുക. ഉൻസില എന്നുള്ളിടത്ത് നിർത്തണമെങ്കിൽ ഉൻസിൽ. ഫതയായാലും കെസ്റയായാലും ലമ്മയായാലും നമുക്ക് വഖഫ് ചെയ്യണമല്ലോ. വഖഫിന്റെ ചിഹ്നത്തിൽ നമ്മൾ വഖഫ് ചെയ്യൂലേ. അപ്പൊ ആ ചിഹ്നത്തിന്റെ ഉള്ള അടയാളം നോക്കിയിട്ടാണ് ഇവിടെ പിന്നെ ഇത് കണ്ടില്ലേ, യൂഖിനൂനാന്നുള്ളത് നമ്മൾ നിർത്തുക. എന്താണ്? യൂഖിനൂൻ പറഞ്ഞിട്ടാണ് നിർത്തുന്നത്. ഓക്കെ, അപ്പൊ ഈ വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ, ഈ നിർത്തുന്നതിന്റെ മുന്നേ മദ് ഉണ്ടെങ്കിൽ, ഇവിടെ യൂഖിനൂന്റെ മുന്നിൽ വാവ് മദ് കണ്ടില്ലേ, ഇവിടെ ഒരു വാവ് മദ് ഉണ്ട്. അപ്പൊ ഇവിടെ മദ് ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെ സുക്കൂൻ എടുത്തിട്ടാണല്ലോ നിർത്തുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ ഒരു നിയമം പഠിച്ചിട്ടുണ്ടായിരുന്നു, മദ്ദിന് ശേഷം സുക്കൂന് വന്നാൽ 6 കൗണ്ട് നിർബന്ധം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് പറയുന്നത് മദ്ദു ലാസിം എന്നാ. അത് മദ്ദു ലാസിമാണ്, നിർബന്ധമായിട്ട് നീട്ടേണ്ടതാണ്. മദ്ദുൽ ലാസിമാണ്, നിർബന്ധമായിട്ട് നീട്ടണം. പക്ഷെ ഇവിടെ എന്തല്ല, ഇവിടെയും വരുന്നത് സുക്കൂനാണ്. സുക്കൂനുണ്ട്, തൊട്ട് മുന്നിൽ എന്തുണ്ട്? ഒരു മദ്ദുണ്ട്, വാവ് മദ്ദുണ്ട്. പക്ഷെ ഇവിടെ നിർത്തുന്ന സമയത്ത് നമുക്ക് 2 കൗണ്ട്, 4 കൗണ്ട്, 6 കൗണ്ട് ഏതിലെങ്കിലും നിർത്താം. ഓക്കെ, അപ്പൊ നമ്മൾ നിർത്തുമ്പോ യൂഖിനൂൻ പെട്ടെന്ന് നിർത്താം. യൂഖിനൂൻ അല്ലെങ്കിൽ യൂഖിനൂൻ. അപ്പൊ ചിലര് ഫാത്തിഹ ഓതുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചിലർ ഒരുപാട് നീട്ടിയിട്ടാണ് അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടുക. ചിലരെന്ത് ചെയ്യും, പെട്ടെന്ന് ഫുൾ സ്റ്റോപ്പ്. നിങ്ങളൊന്ന് വിചാരിച്ചിട്ടുണ്ടാവും എന്താണെന്നല്ലേ, അറിയാത്ത ആൾക്കാർക്ക്. അത് തെറ്റല്ല. 3 രീതിയിൽ നീട്ടാം. 2 കൗണ്ട് നീട്ടാം, 4 കൗണ്ട്, 6 കൗണ്ട്, എങ്ങനെയും നമുക്ക് നീട്ടിയിട്ട് നിർത്താം. അപ്പൊ ഇത് ലാസിമല്ല, ഇത് ആരിലാണ്. ആരിദൽ ലി സുക്കൂൻ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇത് നൂനിന് ഫതയാണ്, നമ്മൾ കൊടുത്ത ആണ് സുക്കൂന്. ഫുൾ സ്റ്റോപ്പ് ഇടാൻ വേണ്ടി നമ്മൾ കൊടുത്ത സുക്കൂനാണ്. അതുകൊണ്ടാണ് ഇവിടുത്തെ നിയമം മാറിയത്.
നേരത്തെ നമ്മൾ കൊടുത്തതല്ല, ഓൾറെഡി അതിനകത്തുള്ളതാണ്. ഇപ്പൊ ഖുർആനില് ഓൾറെഡി ഉള്ള ഒരു സുക്കൂനോ ശ്രദ്ധയോ ഉണ്ടെങ്കിൽ അവിടെ ലാസിമായിരിക്കും, മദ്ദുൽ ലാസിമായിരിക്കും. സിസ് കൗണ്ട് നീട്ടിയിട്ട് തന്നെ നമ്മൾ നിർത്താൻ പാടുള്ളൂ. പാരായണം ചെയ്യാം, നിർത്തല്ല, പാരായണം കണ്ടിന്യൂ ചെയ്യാല് സിസ് കൗണ്ട് നീട്ടിയിട്ടാണ് പാരായണം ചെയ്യുക. പക്ഷെ നമ്മൾ സുക്കൂൻ ഇട്ടിട്ട് നമ്മളായിട്ട് സുക്കൂന് കൊടുത്ത് ഉത്സവപ്പെടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന സുക്കൂനിന് എന്താണ് സിക്സ് കൗണ്ട് നിർബന്ധമല്ല. 6 വേണമെങ്കിൽ നമുക്ക് നീട്ടാന്നുള്ളതേ ഉള്ളൂ. ക്ലിയർ ആണെന്ന് വിചാരിക്കുക. ഇനി അടുത്ത സ്റ്റാർട്ട് ചെയ്യുന്നത് ഉലഇക്ക. ഉലഇക്ക ഇവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ലാമിന്റെ മുകളില് അല്ലേ, ലാമിന് ഫതഹയുണ്ട്, അതിന്റെ മുകളിൽ ചെറിയൊരു അലിഫുണ്ട്, ഒരു അസാധാരണ മദ്ദിന്റെ ചിഹ്നമുണ്ട്. ഈ ചെറിയ അലിഫിനെ പറയുന്ന പേര് അലിഫ് സഗീറാണ്. അലിഫ് സഗീറ, സ്മോൾ അലിഫ്, അലിഫ് സഗീറ. സാധാരണ നീട്ടാനുള്ള മദ്ദിന് വലിപ്പം ഉണ്ടാവും, ഇതിനെന്തില്ല, വലിപ്പമില്ല, വലിപ്പം കുറവാണ്. ബട്ട് ഇതിന് രണ്ടിനും സെയിം റൂളാണ്, ഒരേ നിയമങ്ങളാണ്, ഒരേ റൂളാണ്. ഇത് പിന്നെ പാരായണത്തിൽ മിസ്റ്റേക്ക് വരുന്നതിന് വേണ്ടി വരാതിരിക്കാൻ വേണ്ടി പിന്നീട് ചേർത്തതായത് കൊണ്ടാണ് എന്ത് വരുന്നത്, അത് പ്രത്യേക വേറെ ഒരു ഗ്രൂപ്പായിട്ട് വന്നത്. ഇതുപോലത്തെ വാവ് ഉണ്ടാവും, അലിഫ് സഗീറ ഉണ്ട്, വാവ് സഗീറ ഉണ്ട്, യാ സഗീറ ഉണ്ട്. മദ്ദിന്റെ കേസിൽ നോക്കുമ്പോൾ സെയിം റൂളാണ്, ഒരേ റൂളാണ് സഗീറക്കും അല്ലാതെ സാധാരണ നോർമൽ മദ്ദിനും ഉണ്ടാകുക. നോർമൽ അലിഫ് വാവ് യാ. ഓക്കെ, അപ്പൊ ഇവിടെ മദ്ദിന് ശേഷം എന്ത് വന്നിരിക്കുന്നു, ഹംസ ഉണ്ട്, ഈ ഹംസ ഉണ്ട്. അപ്പൊ മദ്ദിന് ശേഷം ഹംസ വന്നാൽ 4 കൗണ്ട് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഈ ഒരു കേസിൽ ഒരു വാക്കാണിത്, മൊത്തം ഒരു വാക്കാണ്. അപ്പൊ അതുകൊണ്ട് എന്താണ്, നിർബന്ധമായിട്ടും ഇതിനെ നീട്ടണം. എല്ലാം ഒരു വാക്കായതുകൊണ്ട് ഇതിനെന്ത് ചെയ്യുക, നീട്ടിയിട്ടാണ് നമ്മൾ പാരായണം ചെയ്യേണ്ടത്. ലാമിന്റെ മുകളിലുള്ള ചെറിയ അലിഫില്ലേ, അതിനെയാണ് നീട്ടുക. ലാമിന്റെ മുകളിലുള്ള അലിഫിനെയാണ് നീട്ടുക, ലാമിനെയാണ് നീട്ടുക. അപ്പൊ ലാമിന് ശേഷമാണ് എന്ത് വന്നത്, ഹംസ വന്നത്. അപ്പൊ ലാമിന്റെ മുകളിലുള്ള അലിഫിനെയാണ് നീട്ടുക എന്ന് പറഞ്ഞാൽ ലാമിനെ. അപ്പൊ ഉലഇക്ക, ഉലഇക്ക. ഇവിടെ ഒരു വാവ് കണ്ടില്ലേ, ഊ കഴിഞ്ഞിട്ട് നമ്മൾ ചെറിയൊരു വാവ് ഒരു ഇതില്ലേ, അത് നമ്മൾ പ്രൊനൗൺസ് ചെയ്യൂല കേട്ടോ, അത് പ്രൊനൗൺസ് ചെയ്യൂല. ഖുർആനില് ഇങ്ങനെ പ്രൊനൗൺസ് ചെയ്യാത്ത കുറെ അലിഫിന്റെ മുകളിലുണ്ടാവും, വാവിന്റെ മുകളിലുണ്ടാവും, യാന്റെ മുകളിലും ചെറിയ വട്ടപൂജ്യങ്ങൾ ഉണ്ടാവും. സാധാരണ സുക്കൂനിന്റെ ചിഹ്നമല്ല, സുക്കൂൻ ശരിക്കും ഹായുടെ തലയാ. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ഖുർആനിലൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കി. സുക്കൂന് നമ്മള് സൗകര്യത്തിന് നമ്മൾ ഇങ്ങനെ വട്ടത്തിൽ എഴുതുന്നേ ഉള്ളൂ. സുക്കൂന്റെ ചിഹ്നമല്ല ഏത്, ഈ വട്ടം. ഈ വട്ടം എന്ന് പറഞ്ഞാൽ വെറും ഒരു വട്ടപൂജയാണ്, അത് അവിടെ പ്രൊനൗൺസ് ചെയ്യൂല. അപ്പൊ സുക്കൂന്റെ ചിഹ്നം ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാൻ നിങ്ങൾക്ക് ഹായുടെ തലയാണത്, ഹാന്റെ തലയാണ്. ഓക്കെ, ഇവിടെ ഇത് വരാനുള്ള കാരണം എന്താന്ന് വെച്ചാല്, പിന്നെ പണ്ട് കാലങ്ങളിൽ ഖുർആനിൽ എന്തുണ്ടായിരുന്നു, ഹർക്കത്തൊന്നും ഉണ്ടായിരുന്നില്ല. ഖുർആനില് ഒരക്ഷരത്തിനും ഹർക്കത്തുകൾ ഉണ്ടായി, ഫത്തയല്ല കിസ്റ റമ്മ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ആ ഒരു സമയത്തിന് ഈ പിന്നെ ഹംസ, ലാമ്, ഇതുണ്ടല്ലോ, വേറെയും വാക്കുകൾ വരും, ഈ അക്ഷരങ്ങൾ കൊണ്ട് വേറെ വാക്കുകൾ വരും. അപ്പൊ ഇതും കൂടി മാറിപ്പോവാതിരിക്കാൻ വേണ്ടി ഊ ആണ് അല്ലെങ്കിൽ ലമ്മയാണ് അവിടെ എന്നുള്ളത് സൂചിപ്പിക്കാനാണ് എന്ന് പറയുന്നുണ്ട്. അല്ലാഹു അലം. കൂടുതൽ നമ്മളെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ അങ്ങനെയുള്ള ഒരു കാരണമാണ് അതിന് കിട്ടുന്നത്. ഊ എന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു വാവാണത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യില്ല, അതിനെ പ്രൊനൗൺസ് ചെയ്യൂല. അപ്പൊ നിങ്ങൾ ഈ വട്ടപൂജ്യങ്ങൾ നിങ്ങൾ പ്രൊനൗൺസ് ചെയ്യേണ്ട, എന്ത് ചെയ്താൽ മതി, ഇത് നോക്കിയാൽ മതി. സുക്കൂന് എന്ന് പറയുന്ന ഇങ്ങനെ ഉണ്ടാകുക, സുക്കൂന് അത് ചെറിയ രീതി ചെറുതാക്കി എഴുതിയിട്ട് നമുക്കൊരു ഇങ്ങനെ തോന്നുന്നതാണ്. അപ്പൊ നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അപ്പൊ ഇതാണ് സുക്കൂൻ, ഇതിനെ പ്രൊനൗൺസ് ചെയ്താൽ മതി. അവ ഇങ്ങനെയുള്ളതിനെ നമ്മളിത് പ്രൊനൗൺസ് ചെയ്യല. ചില കേസിൽ നിർത്തുന്ന ഇങ്ങനെ ഉണ്ടാവും, ഇങ്ങനെയുള്ള ഒന്നുണ്ട്, അത് നിർത്തുന്ന സമയത്ത് എന്ത് ചെയ്യും, അത് നമ്മൾക്ക് ഒരു കൗണ്ട് നീട്ടിയിട്ട് നിർത്താനുള്ളതാണ്. അത് നമ്മൾ ആ ഇത് വരുമ്പം പറയാം.
ഈ ചെറിയ ഇങ്ങനെയുള്ള വട്ടങ്ങള് എന്ത് ചെയ്യല, വാവിന്റെ ആയാലും അലിഫിന്റെ ആയാലും ഒന്നും നമ്മൾ പ്രൊനൗൺസ് ചെയ്യണം, തെറ്റിപ്പോരുത്. ഓക്കെ. ഉലൈക അലാ ഹുദൻ, അലാ ഹുദൻ. ഇവിടെ ഒരു തൻവീൻ ഉണ്ട്, തൻവീനു ശേഷം മീമാണുള്ളത്. അപ്പൊ തൻവീനു ശേഷം മീമ് വന്നാല് ഇദ്ഗാമാണ്. സാക്കിനാനൂനിനോ തൻവീനോ ശേഷം മീം എന്നുള്ള ലെറ്റർ വന്നാൽ അവിടെ ഇദ്ഗാം ബിഉന്ന, മണിച്ചുകൊണ്ട് ലയിപ്പിക്കുക. നൂനിന്റെ തൻവീനുള്ള നൂനിനെ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകും, മീമിലോട്ട് കൊണ്ടുപോകും. തൻവീനിലുള്ള നൂനിനെ മീമിലോട്ട് കൊണ്ടുപോയി മീമിൽ ലയിപ്പിക്കും. എന്നിട്ടാണ് നമ്മൾ അതിനെ പ്രൊനൗൺസ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ നമുക്ക് പാരായണം ചെയ്യുന്ന സമയത്ത് മീമിനെ എന്ത് ചെയ്യുക, മണിക്കുക. അത്ര തന്നെ, മീമിൽ വെച്ച് മണിക്കും. നമ്മൾ എഫ നേരത്തെ പറഞ്ഞത് നമ്മൾ എവിടെയും തൊടിക്കാണ്ടാണല്ലോ മണിക്കുക. എഫാനെ നമ്മൾ എവിടെയും തൊടിക്കാണ്ടാണ് മണിച്ചത്, പക്ഷെ ഇത് മീമിൽ വെച്ചിട്ടാണ് മണിക്കുക. ഓക്കെ. ഹുദമ്മി, ഹുദമ്മിർ റബ്ബിഹിം, ഹുദമ്മിർ. ഇവിടെ ഒരു ദാ പറയൂ, ഹുദ, ഹുദമ്മി, ഹുദമ്മിർ റബ്ബിഹിം. ഇവിടെയുണ്ട് മീമ് കഴിഞ്ഞിട്ടൊന്നുണ്ട് അല്ലേ, മീൻ. ആ നൂൻ സുക്കൂനാണല്ലോ. ആ നൂൻ സുക്കൂന് ശേഷം വന്നിരിക്കുന്നത് റായാണ്. റായെ മണിക്കാണ്ടും രണ്ട് വിധമാണ്. റായെ മണിക്കൂല, മീമിനെ മണിക്കും. എന്ന് പറഞ്ഞാല് സാക്കിന നൂനിനോ തൻവീനു ശേഷം ലാം റ, ഈ രണ്ട് അക്ഷരം വന്നാൽ മണിക്കാണ്ട് ലയിപ്പിക്കും. ലാം റാ വന്നാല് മണിക്കാണ്ട് ലയിപ്പിക്കും. മീം, നൂൻ, വാവ്, യ, ഇത് നാലും മണിക്കും, മണിച്ചുകൊണ്ട് ലയിപ്പിക്കുന്ന ലെറ്ററാണ്. ലാം റാ മണിക്കാതെ ലയിപ്പിക്കും. മീം, നൂൻ, വാവ്, യ മണിച്ചുകൊണ്ട് ലയിപ്പിക്കും. ഇവിടെ മീമാണല്ലോ, തൻവീനു ശേഷം മീമ് വന്നതുകൊണ്ട് നമ്മൾ മണിച്ച് ലയിപ്പിക്കും. ഇവിടെ റാ വന്നത് കൊണ്ട് ഇത് മണിക്കാതെ ലയിപ്പിക്കുന്നത്. ഓക്കെ. അപ്പൊ നമ്മള് ഹുദ പറയുമ്പോ ഹുദമ്മിറബ്ബിഹിം, മിറ. ഇവിടെ പിന്നെ റായ്ക്ക് ശ്രദ്ധ വരാനുള്ള കാരണം ഈ നൂനാണ്. ഈ നൂനിനെ പ്രൊനൗൺസ് ചെയ്യില്ല, മീമെന്ന് നമ്മൾ എങ്ങോട്ട് പോവും, റായിലോട്ട് പോവും. അപ്പൊ ഈ നൂനിന് പകരം ഇവിടെ ശ്രദ്ധ വന്നതാണ്. ഓക്കെ. ഹുദമ്മിറബ്ബിഹിം, ഹുദമ്മിറ, അറ. അറ പറയുമ്പോ പിന്നെ രണ്ട് ലെറ്റർ ആയിട്ട് പറയണം, അറ. ഹെവിയാണ്, രണ്ടും ഹെവിയാണ്. മിറ, മിറബ്ബിഹിം, മിറബ്ബിഹിം. ക്ലിയർ ആയിരിക്കുക. ഉലായിക്ക, ഉലായിക്കല് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മദ്ദിന് ശേഷം ഹംസ വന്നാൽ ഓർക്കോടെ. നമ്മളൊരു പേര് പറഞ്ഞിനോ, മദ്ദുൽ മുത്തസിൽ എന്നതിന് പറയാം. മദ്ദു മുത്തസിൽ നിർബന്ധമാണ്, വാജിബാണ്. മുത്തസിൽ വാജിബാണ്, നിർബന്ധമായിട്ട് നീട്ടേണ്ടതാണ്. ഓക്കെ. അതേപോലെ തന്നെ ഇവിടെയും ഉലായിക്ക 4 കൗണ്ട്, ലാമിന് 4 കൗണ്ട് നിർബന്ധമായിട്ട് നീട്ടണം. നീട്ടിയില്ലെങ്കിൽ മിസ്റ്റേക്ക് ആണ്, നീട്ടിയിട്ടില്ലെങ്കിൽ മിസ്റ്റേക്ക് ആണ്, ഓപ്ഷനിലല്ല ഇത്. അപ്പൊ ഉലായിക്ക മദ് മുത്തസിലാണ്, നീട്ടിയിട്ട് പ്രൊനൗൺസ് ചെയ്യുക. 4 ഇറക്കത്ത് നീട്ടിയിട്ട് പ്രൊനൗൺസ് ചെയ്യുക. ഓക്കെ. ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അപ്പൊ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോ സൂറ ബഖറയാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു നിയമം പഠിച്ചു കഴിഞ്ഞാൽ ഖുർആനിൽ എവിടെയും ഇതിന്റെ നിയമം ഇതിങ്ങനെ തന്നെയാണ്. ഇതിങ്ങനെ തന്നെയാണ് പാരായണം ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, എവിടെ സാക്കിന തൻവീനു ശേഷം മീമ് വന്നാലും നമ്മൾ എന്ത് ചെയ്യും, മണിച്ച് ലയിപ്പിക്കും. ഖുർആനിൽ ഏത് സൂറയിൽ ഏത് ആയയില് തൻവീനു ശേഷം മീമ് വന്നാല്, നമ്മൾ പഠിച്ചത് ബഖറയിലാണെങ്കിലും മൊത്തം ഖുർആനിലും വേണ്ടിയാണ് നമ്മളിത് പഠിക്കുന്നത്. അപ്പൊ നമ്മൾ ഇനി പാരായണം ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക, തൻവീനു ശേഷം മീമ് വന്നാലും മണിച്ചിട്ടേ പാരായണം ചെയ്യാവുള്ളൂ. ഉലായിക്ക വന്നാല് പിന്നെ നീട്ടിയിട്ടാണ്, മദ്ദിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടേ നമ്മൾ പാരായണം ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ. റാ വന്നു കഴിഞ്ഞാൽ മണിക്കാതെ ലയിപ്പിക്കുക. തൻവീനോ നൂനിനോ ശേഷം റാ വന്നാല് റായും ലാമും ആണെങ്കിൽ മണിക്കാതെ ലയിപ്പിക്കുക. മിർ റബ്ബിഹിം. ഓക്കെ. ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുക. ഉലൈക ഹുമുൽ, ഹുമുൽ. ഇവിടെ ഒരു ഹംസത്തുൽ വസ്ൽ സ്റ്റാർട്ടിങ് ഉണ്ട്, നമ്മൾ പറഞ്ഞല്ലോ. ഇത് വേർഡിന്റെ സ്റ്റാർട്ടിങ് അല്ല, അവിടെ സ്റ്റാർട്ടിങ് അല്ല, നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് വരിക അല്ലേ. ഹുമുൽ, ഹുമുൽ. സത്യത്തിൽ ഇതൊരു ഹുമ്മാണ്, ഹും. ഇത് ഹും, ഹും അവർ. ഹും എന്ന് പറഞ്ഞാൽ അവർ, അങ്ങനെയാണത്. പക്ഷെ അവിടെ മീമിന് വമ വരാൻ കാരണം, മീമ് ഹും കഴിഞ്ഞിട്ട്
കഴിഞ്ഞിട്ട് തൊട്ടടുത്ത വാക്ക് ഉച്ചരിക്കുന്നത് ലാം സുക്കൂനാ. കണ്ടല്ലോ, ഹംസത്തുൽ വസ്ലിന് പ്രൊനൗൺസ് ചെയ്യൂല, തുടക്കത്തിലായതുകൊണ്ട് ഇതിനെ പ്രൊനൗൺസ് ചെയ്യൂല. പിന്നെ വരുന്നത് ലാം സുക്കൂനാണ്. അപ്പോ രണ്ട് സുക്കൂൻ അടുത്തടുത്ത് അറബിയിൽ പ്രൊനൗൺസ് ചെയ്യൂല. അങ്ങനെ വരുന്ന സമയത്ത് ഒരു സുക്കൂനെ നമ്മൾ മാറ്റും. അപ്പൊ അങ്ങനെ മാറ്റിയിട്ടാണ് ഇതിനെന്ത് വന്നത്, അമ്മ വന്നത്. ഹുമുൽ മുഫ്ലിഹൂൻ. അപ്പൊ ഫുൾ സ്റ്റോപ്പ് ഇടുന്ന നിയമം നേരത്തെ പറഞ്ഞ പോലെ 6, 2 or 4 ഏതെങ്കിലും ഒരു കൗണ്ട് നിർത്തിയിട്ട് നിങ്ങൾ നിർത്താം. നമുക്ക് നിർത്താം. ഹുമുൽ മുഫ്ലിഹൂൻ. ഓക്കെ. ഇനി അടുത്തായ ഇന്ന ഇവിടെ പിന്നെ കളറ് ചേഞ്ച് ചെയ്തതിന്റെ കാരണം എന്താ വെച്ചാല് നൂന് മണിക്കണം. നൂനിന് ശ്രദ്ധ വന്നു കഴിഞ്ഞാല് മീമിനോ നൂനിനോ ശ്രദ്ധ ഉണ്ടെങ്കിൽ മണിക്കണം. അപ്പൊ നമ്മള് ഇന്ന രണ്ട് കൗണ്ട് മണിച്ചിട്ടാണ് അതിനെ പ്രൊനൗൺസ് ചെയ്യുക. അപ്പൊ ഇന്നല്ലദീന കഫറു. ഇവിടെ ഒന്നും തജ്വീദ് നിയമല്ല. സവാഉൻ ഇവിടെ നിയമമുണ്ട്. ഓക്കെ. വാവിന് ഫതഹയുണ്ട്. കഴിഞ്ഞിട്ടൊരു അലിഫ് മദ്ദുണ്ട്. അലിഫ് മദ്ദിന്റെ മുകളിലൊരു അസാധാരണ മദ്ദിന്റെ ചിഹ്നമുണ്ട്. തൊട്ടടുത്ത് ഹംസയുണ്ട്. അപ്പൊ ഇവിടെ എന്താണ് നിയമം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. മദ്ദിന് ശേഷം ഹംസ വന്ന് മദ്ദും ഹംസയും ഒരു വാക്കിലാണെങ്കിൽ ഈ മദ്ദും ഹംസയാണ് നോക്കുക. മദ് ഹംസ. ഈ മദ്ദും ഹംസയും ഒരു വാക്കിലാണെങ്കിൽ അത് മദ്ദുൽ മുത്തസിൽ എന്ന് പറഞ്ഞാൽ നിർബന്ധമായിട്ട് നീട്ടേണ്ടിയ മദ്. ഓക്കെ. അപ്പൊ നമ്മൾ നോക്കേണ്ടത് നിർബന്ധം ഉണ്ടോ അല്ലേ എന്ന് നോക്കുക. എങ്ങനെയാന്ന് വെച്ചാല് രണ്ടും ഒരു വാക്കിലാണോ നോക്കിയാൽ മതി. മദ് ഹംസ ഇവരാ നോക്കേണ്ടത്. ഇത് എല്ലാത്തിലും ഉണ്ടാവും. സാധാരണ മദ്ദിന്റെ ചിഹ്നം എല്ലാ കേസിലും ഇടും. ഓക്കെ. മദ്ദും ഹംസയും സെയിം വാക്കാണെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ട് നീട്ടണം. അപ്പോൾ നമ്മള് 4 ഹർക്ക നിർബന്ധമായിട്ട് നീട്ടുക. സവാഉൻ. ഓക്കെ. ഇനി വേറൊരു നിയമം ഇവിടെ വന്നത് എന്താ വെച്ചാല് ഹംസയുടെ മുകളിലുള്ളത് പിന്നെ എന്താണ്, ലമ്മത്തൻവീനാണ്. ഈ ലമ്മത്തൻവീൻ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഒരു കൊളത്ത ഇങ്ങോട്ടുണ്ട്, മറ്റേ കൊളത്ത അങ്ങോട്ടുള്ളത് ആണല്ലേ. സാധാരണ ചില കേസിൽ ഇങ്ങനെ ഉണ്ടാവുക, രണ്ടും ഒരേ സൈഡിലേക്ക്. ഓക്കെ. അപ്പൊ ഇത് രണ്ടിന് വ്യത്യാസമുണ്ട്. രണ്ടും ഒരേ ഒന്നല്ല. ഓക്കെ. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാല് ഇത് ഒരു കൊളുത്ത ഇങ്ങോട്ടും ഒരു കൊളുത്ത അങ്ങോട്ടും ആണെങ്കിൽ അത് പ്രൊനൗൺസ് ചെയ്യേണ്ട തൻവീനാണ്. അന്ന് പറയേണ്ടതാ. അപ്പൊ ഈ അന്ന് പറയാൻ കാരണം അത് കഴിഞ്ഞിട്ടുള്ള അക്ഷരമാണ്. അതിനെ പ്രൊനൗൺസ് ചെയ്യാനുള്ള കാരണം അത് കഴിഞ്ഞിട്ടുള്ള അക്ഷരം ആയതുകൊണ്ടാണ്. അപ്പൊ നമ്മള് ഒരു നിയമം എന്താന്ന് വെച്ചാല് സാക്കിനായ നൂനിനോ തൻവീനോ ശേഷം തൊണ്ടയുടെ അക്ഷരങ്ങള് ഹംസ, ഹ, ഐൻ, ഹ, ഗോയിൻ, ഹ, ഈ 6 ലെറ്റർ വന്നാലും സാക്കിനായ നൂനാണെങ്കിൽ നൂനിനെ പ്രൊനൗൺസ് ചെയ്യും. നൂനിന് ചിഹ്നം ഉണ്ടാവും, സുക്കൂന്റെ ചിഹ്നം ഉണ്ടാവും. ഓക്കെ. സുക്കൂന്റെ ചിഹ്നം ഉണ്ടാവും, നൂനിന് സുക്കൂന്റെ ചിഹ്നം ഉണ്ടാവും. തൻവീനാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും, ഒരു കൊളുത്ത് അങ്ങോട്ടും ഒരു കൊളുത്ത് അങ്ങോട്ടും ഉണ്ടാവും. നിയമം അറിഞ്ഞൂടെങ്കിൽ ഇത് കണ്ടു കഴിഞ്ഞാൽ നൂനിനെ പ്രൊനൗൺസ് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ. അല്ലാത്ത കേസിൽ നൂനിനെ പ്രൊനൗൺസ് ചെയ്യൂല, കാരണം നൂനിന് ചിഹ്നം ഉണ്ടാവില്ല. നൂനിന് പിന്നെ സുക്കൂന്റെ ചിഹ്നം ഉണ്ടാവൂല. ഒരു കേസ് തൻവീനാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും, രണ്ട് ഒരേ സൈഡിലോട്ടായിരിക്കും. ഓക്കെ. അതാണ് തിരിച്ചറിയാനുള്ള അടയാളം. അതിന് റൂൾ എന്താന്ന് വെച്ചാല് ഇൽഹാർ എന്നാണ് ഈ റൂളിന്റെ പേര്. സാക്കിന നൂനിനോ തൻവീനോ ശേഷം തൊണ്ടയുടെ 6 അക്ഷരങ്ങൾ വന്നാലും അവിടെ നിയമം എന്താണ്, ഇദ്ഹാർ എന്ന് പറഞ്ഞാൽ അർത്ഥം വെളിവാക്കുക എന്നർത്ഥം. ഇദ്ഹാറിന്റെ മീനിങ് വെളിവാക്കുക. എന്താണ് വെളിവാക്കുക? നൂനിന്റെ സൗണ്ടിനെ വെളിവാക്കും.
അപ്പൊ നമ്മളിവിടെ പ്രൊനൗൺസ് ചെയ്യുന്നത് സവാ ഉൻ അലൈഹിം, സവാ ഉൻ അലൈഹിം. ഓക്കെ, നൂനിനെ പറയും, എന്നിട്ടാണ് അയിന് പറയുക. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുക. ഇത് ഇപ്പൊ പിന്നെ ഒരു തവണ കേൾക്കുമ്പോ നമ്മൾ കുറേ കാര്യങ്ങൾ കേട്ടില്ലേ, കുറെ നിയമങ്ങൾ, ഏതാണ്ട് എല്ലാ നിയമങ്ങളും തന്നെ നമ്മൾ കേട്ട് കഴിഞ്ഞ്. അപ്പൊ നിങ്ങൾക്ക് ചിലർക്കൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്, അതിപ്പോ മനസ്സിലായില്ലല്ലോ, മറന്നു പോകുമല്ലോ. നിങ്ങൾ ഒട്ടും പേടിക്കണ്ട. സൂറ ബക്കറ കംപ്ലീറ്റ് നമ്മൾ ഈ രീതിക്ക് പാരായണം ചെയ്യുമ്പോൾ ഏത് അറിഞ്ഞൂടാത്തവർക്കും പഠിച്ചു പോകും. ഏതറിയാത്ത ആൾക്കാർ നമ്മൾ ഈ നിയമങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് എപ്പോഴാണോ നിങ്ങൾ പഠിച്ചു തീരുന്നത് അതുവരെ നമ്മളിത് പറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങൾ ഇനി പറയരുത് ബോറടിക്കുന്നതെന്ന് പറയുവോളോ നമ്മളിത് പറയും. ഓക്കെ, അതുകൊണ്ട് മനസ്സിലാകാത്ത ആരും പേടിക്കാനില്ല. എല്ലാവർക്കും മനസ്സിലാവും. ഈ തജ്വീദ് അനുസരിച്ച് നമ്മളെ ഖുർആൻ പാരായണം ചെയ്യാന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. ഇതിന്റെ പേരും കാര്യങ്ങളൊന്നും ഇദാം പഠിക്കണ്ട, അല്ലെങ്കിൽ ഇദ്ഹാർ എന്നുള്ള പേരോ ഒന്നും നിങ്ങൾ പഠിക്കണ്ട. മദ് മുത്തസില് മുൻഫസിലൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, പഠിച്ചാൽ ഹൈർ. പക്ഷെ അത് പാലിച്ച് പാരായണം ചെയ്യാന്നുള്ളത് എല്ലാവർക്കും നിർബന്ധമാണ്. മനസ്സിലായിട്ടുണ്ടാവുക. അപ്പൊ നമ്മള് കുറെ ക്ലാസ് അങ്ങോട്ട് കഴിഞ്ഞ ഒരു 3-4-5 ക്ലാസ് കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലാവും. ആർക്കും മനസ്സിലാണ്ടിക്കൂല കേട്ടോ, ആരും പേടിക്കണ്ട. അപ്പൊ നമ്മള് അത് കഴിഞ്ഞ് ഇനി ഇവിടെ 2 ഹംസയുണ്ട്, മറന്നു പോരുത്. എല്ലാം കറക്റ്റിന് നോക്കിയിട്ട് പ്രൊനൗൺസ് ചെയ്യാം. അൻദർതഹും, ഇവിടെ നിയമങ്ങളൊന്നുമില്ല. ആ ആ ആ ആ 2 ഹംസയുണ്ട്, രണ്ടിനെയും ചെറുതായത് കൊണ്ട് കാണണ്ടായി പോരുത്. ആ പ്രൊനൗൺസ് എല്ലാ അക്ഷരങ്ങളും പ്രൊനൗൺസ് ചെയ്യണം. തജ്വീദിന്റെ നിയമമുള്ളത് നൂനിന് ശേഷം ദാലാണ് അല്ലേ, നൂനിന് ശേഷം ദാല് വന്നു. ദാല് പറയുമ്പോ ദാ ആയി പോരുത്. നാവിന്റെ തുമ്പ് പല്ലിന്റെ അറ്റത്ത് വെച്ചിട്ട്, നാവിന്റെ തുമ്പ് മുകളിലത്തെ പല്ലിന്റെ താഴ്ഭാഗ അടിയില് അത് ഉള്ളിലോട്ടാകുന്ന സമയത്ത് ദാ പറയരുത്. ഓക്കെ, രണ്ടും പിന്നെ ഒരേപോലെയുള്ള അക്ഷരാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. രണ്ടിനും അർത്ഥങ്ങൾ ഒരുപാട് വ്യത്യാസം വരും. ആ ദാലും ദായും ആകുന്ന സമയത്ത് അർത്ഥങ്ങൾ മാറിപ്പോവും, അക്ഷരങ്ങൾ മാറാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മള് ദാലിന്റെ മഹ്റജിലാണെങ്കിൽ നന്നായിട്ട് പ്രസ് ചെയ്യരുത്, സോഫ്റ്റ് ആയിട്ടേ തൊടാവുള്ളൂ. അവിടെ നൂനിന് ശേഷം സാക്കിനായ നൂനിന് ശേഷം ദാല് വന്നാൽ അവിടെ നിയമം ഇഖ്ഫ ആണ്. ഇഖ്ഫയുടെ ദാലിന്റെ മഹ്റജിൽ വെച്ചിട്ട് നമ്മൾ മണിക്കും. ഈ നൂനിനെ ദാലിന്റെ മഹ്റജിൽ വെച്ചിട്ട് മണിക്കുക. അഅൻദർതഹും ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുക. ദാലിന്റെ മുകളിൽ ഒന്ന് ലേശം തൊട്ടിട്ട് അങ്ങ് മണിക്കുക. ഉറക്കത്തോടരുത്, നല്ല സോഫ്റ്റ് ആയിട്ട് തൊട്ടിട്ട് മണിക്കുക. അഅൻദർതഹും. ഇവിടെ നമ്മള് റാക്ക് സുക്കൂനാണ്. റായുടെ കാര്യം എന്താ വെച്ചാൽ ഫതഹയാണെങ്കിലും വമ്മയാണെങ്കിലും ഹെവിയാണ്. ഓക്കെ, കെസ്റയാണെങ്കിൽ ലൈറ്റ് ആണ്. ഇതാണ് അതിന്റെ ബേസിക് നിയമം. ഫതഹ, വമ്മ ഹെവി, കെസ്റ ലൈറ്റ്. പക്ഷെ ഇവിടെ നമ്മൾ കാണുന്നത് സുക്കൂനാണ്. അപ്പൊ സുക്കൂന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഫതഹയോ വമ്മയോ ഇല്ല, കെസ്റയില്ല. അപ്പൊ നമ്മൾ നോക്കുക തൊട്ട ബാക്കിലുള്ള അക്ഷരത്തിനെയാണ്. തൊട്ട് ബാക്കില് ഫതഹയോ വമ്മയോ ആണെങ്കിൽ എന്ത് ചെയ്യുക, ഇത് ഹെവി ആയിരിക്കും. കെസ്റയാണെങ്കിൽ ഇത് ലൈറ്റും ആയിരിക്കും. ഇവിടെ ഉള്ളത് ദാലിന്, ഒറാടെ മുന്നിലുള്ള ദാലിന് ഫതഹയാണുള്ളത്. ഹെവി ആക്കുക. അംലം തുൻസിർഹും, അത് ദാല് തന്നെയാണ്, പ്രത്യേകം പറയാനൊന്നുമില്ല. ദാലിന്റെ മഹ്റജിൽ വെച്ചിട്ട് ഇവിടെ നൂൻ സുക്കൂൻ ഉണ്ടല്ലോ, ദാലിന്റെ മഹ്റജിൽ വെച്ചിട്ട് മണിക്കുക. തുൻസിർഹും. ഇവിടെ വേറൊരു കാര്യം വന്നെന്താ വെച്ചാല് ഇവിടുത്തെ ദാലിന് കെസ്റയാണ്. അപ്പൊ ഈ റാ ലൈറ്റ് ആയിരിക്കും. തുൻസിർഹും. പറയരുത്,
തുന്തിർഹും അം ലം തുന്തിർഹും. തുന്തിരുഹും ഇവിടെ ലാ യുഅ്മിനൂന്നുണ്ട്. തുന്തിരുഹും കാണുന്നുണ്ടല്ലേ, ലാ യുഅ്മിനൂൻ. തജ്വീദിന്റെ നിയമമൊന്നുമില്ല, ഫുൾ സ്റ്റോപ്പിന്റെ നിയമമാണ്. നേരത്തെ പറഞ്ഞ നിയമങ്ങൾ തന്നെയാണ് അതിനുള്ളത്. ലാ യുഅ്മിനൂൻ. ഒരു മണിക്കൂറായി, നിർത്താവോ? അഡ്മിനോടാ ചോദിക്കുന്നത്. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലാത്തൊരു കുറച്ച്, ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്യല് ഒരിക്കലും നമ്മളത് കണ്ടിന്യൂ ചെയ്ത് പോവുകയുള്ളൂ. ഇന്ന് നമുക്ക് മീനിങ് പറയാൻ സമയം കിട്ടിയിട്ടില്ല. ഓക്കെ, ആരാ ഉള്ളത്? നമുക്ക് ഫുൾ സ്റ്റോപ്പ് ഇട്ടൂടെ? വൈൻഡപ്പ് ചെയ്തൂടെ? റഷീദ് ഇല്ലാന്ന് തോന്നുന്നു ടീച്ചറെ, എന്നെ ഇതാക്കിയിരിക്കുന്നത്. ആ, നിങ്ങളാണോ ഉള്ളത്? ഓക്കെ, അതെ. ആ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? എല്ലാരെയും അടുത്ത ക്ലാസ് അടുത്ത ഞായറാഴ്ച ഇൻഷാല്ലാ. അടുത്ത ഞായറാഴ്ച ടീച്ചറിന് റെക്കോർഡ് ഉണ്ടാവുക? റെക്കോർഡ് ചെയ്തിട്ടുണ്ടോന്നുള്ളത് എനിക്ക് അറിയില്ല. ഇന്നലെ ക്ലിയർ ആക്കി തന്നേട്ടാ. അടുത്ത ആഴ്ച 2:30 തന്നെയാണ് അല്ലേ? ഓ, ആ, 2:30. സംശയമുണ്ട്. ഇന്നലെ ഉണ്ടായിരുന്ന ഇല്ല, ഞായറാഴ്ച ഉണ്ടാവണത് 2:30. അല്ല, ശനിയാഴ്ച രാത്രി 8 മണിക്ക് ഉണ്ടായിരുന്നു. അത് തജ്വീദിന്റെ പ്യുവർ തജ്വീദ്, അത് റീഡിംഗ് ഇല്ല, പാരായണമില്ലാതെ തജ്വീദ് മാത്രം. ടീച്ചർ, ഇതൊന്ന് തജ്വീദ് അടക്കം ഓതി തരുവാ, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ. ഞാൻ ഓതുന്ന ഒരു വീഡിയോ ക്ലാസ്സിലേക്ക് ഇടാം, നിങ്ങളെ ക്ലാസ്സിലേക്ക് ഇട്ടുതരാം കേട്ടോ. ടീച്ചർ ഓതുന്ന വീഡിയോ ക്ലാസ്സിലേക്ക് ഈ ആയ മാത്രം 1 to 6 അല്ലേ നമ്മൾ ഇന്ന് എടുത്തത്? ടീച്ചറ് 6 വരെയാ എടുത്തത്. ആ വീഡിയോ ഇട്ട് തരോ? വീഡിയോ ഇട്ട് തരോ? ഏത് PDF? ആ ക്ലാസ്. യെസ്. ആ, പിന്നെ അതല്ലേ, പിന്നെ ഞാനിപ്പോ യൂസ് ചെയ്തതല്ലേ. ഷുവർ, എന്തായാലും ഇട്ടുതരാം കേട്ടോ, ഇൻഷാ അല്ലാ. ഇതിന്റെ തഫ്സീർ പറഞ്ഞു ടീച്ചറെ. സിമ്പിൾ ആയിട്ട് എല്ലാം മനസ്സിലാക്കി ടീച്ചറെ നല്ലോണം മനസ്സിലായി കേട്ടാ. കഴിഞ്ഞ ആഴ്ചൻ്റെത് കേൾക്കാൻ പറ്റാത്തത് ഇന്ന് എടുത്തോണ്ട് നല്ല രീതിയിൽ മനസ്സിലായി. ജസാക്കുമുല്ലാഹ് ഖൈറൻ കസീറ. നിങ്ങള് എല്ലാ ക്ലാസ്സിലും അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഇത് ഓതാൻ യാതൊരു പാടും ഉണ്ടാകില്ല. പിന്നെ ഞങ്ങൾക്ക് അല്ല, പിന്നെ നിങ്ങൾ അതിന്റെ നിയമത്തിന്റെ പേരൊന്നും നമ്മൾ പഠിച്ചോളണമെന്നില്ല, പക്ഷെ നിർബന്ധമായിട്ട് നമ്മള് പിന്നെ റൂള് പാലിച്ച് പാരായണം ചെയ്യണം. പഠിക്കാൻ പറ്റും. ടീച്ചർ തഫ്സീർ പറഞ്ഞില്ലല്ലോ. നിങ്ങൾ പഠിച്ചോളൂ. ഒരു 2-3-4 ക്ലാസ് കേൾക്കുമ്പോ നിങ്ങളങ്ങ് പഠിക്കുക കേട്ടോ. എല്ലാ ക്ലാസ്സിലും അറ്റൻഡ് ചെയ്താൽ ശരിക്കും മനസ്സിലാവും. ആ, ഇൻഷാ അല്ലാ. ക്ലാസ്സിന്റെ തഫ്സീർ പറഞ്ഞില്ലല്ലോ ടീച്ചറെ. ഇന്നത്തെ ക്ലാസ്സിന്റെ തഫ്സീർ പറഞ്ഞിട്ടില്ലല്ലോ. ആ, തഫ്സീർ പറയണോ? ആ, പറഞ്ഞില്ലല്ലേനു. ഇതുകൊണ്ട് കൂടി തന്നെ നമുക്ക് മനസ്സിലാക്കി എടുക്കാനും. ടീച്ചറെ, ഈ ക്ലാസ്സിൽ ചേർക്കണമെങ്കിൽ ഇനി ഒരു ലിങ്ക് ഒരാളെ ചേരാനുണ്ടായിരുന്നു. അപ്പം ഏത് ലിങ്ക് നിങ്ങള് മിസ്കാത്തിലാണല്ലോ, മിസ്കാത്തിലാണ് ലിങ്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മള് ഖുർആൻ പഠിക്കുന്ന സമയത്ത് നമുക്ക് കേട്ട് മാത്രം നമ്മൾ പഠിക്കൂല. നമ്മള് പാരായണം ചെയ്ത് വേറൊരാൾക്ക് പാരായണം ചെയ്ത് കൊടുത്തിട്ട് ഒരു പിന്നെ കറക്ഷൻ തന്നിട്ട് വേണം അത് പഠിക്കാൻ. അപ്പൊ ഞാന് പിന്നെ കുറച്ച് ആൾക്കാർ, നിങ്ങൾ കുറെ ആൾക്കാർക്ക് ഉള്ള ഒരു ചാൻസ് ഉണ്ടാവില്ല. കുറച്ച് പേർക്ക് ഞാൻ എന്തായാലും ഇൻഷാ അല്ലാ പിന്നെ ഞാനൊരു ലിങ്ക് ഉണ്ടാക്കിയിട്ട് നിങ്ങളെ മിസ്കാത്തിലിടും. ഇപ്പൊ പെട്ടെന്ന് ആരാണോ ചേരുന്നത് ഒരിക്കൽ എന്ത് ചെയ്യും, കിട്ടും. ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത് ഓരോട് പറഞ്ഞിട്ടേ ഇടുള്ളൂ. ഇപ്പൊ നിങ്ങൾ ക്ലാസ് പറയൂലേ, ക്ലാസ് കഴിഞ്ഞ ഉടനെ ഇടും. നെക്സ്റ്റ് ക്ലാസ് കഴിഞ്ഞിട്ട് ഉടനെ ഇടാം. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാ, ക്ലാസ് കയറുന്നവർക്ക് വേഗം അതിൽ കയറാലോ. കയറി കഴിഞ്ഞാല് നമ്മൾ വേറൊരു ഗ്രൂപ്പ് ഉണ്ടാവും. അതിൽ നിങ്ങൾക്ക് ഓരോ 10-15 ആൾക്കാർക്ക് ഒരു ടീച്ചറെ വെച്ചിട്ട്
ഇത് ഞങ്ങൾക്ക് പാരായണം ചെയ്ത് കൊടുത്ത് പഠിക്കാം. അപ്പൊ രണ്ടും കൂടി ആകുമ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കുകയും ചെയ്യും. ഇൻഷാ അല്ലാ. ഞാൻ നിങ്ങളോട് ക്ലാസ് കയറുന്ന ആൾക്കാരോട് പറഞ്ഞിട്ട് ലിങ്ക് ഇടും. മൊത്തത്തിൽ ലിങ്ക് ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും കയറി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാകും, മാനേജ് ചെയ്യാൻ പറ്റൂല. ഞങ്ങള് ക്ലാസ്സിൽ അല്ലല്ല ആരാത് ഇന്നലെ ജോയിൻ ചെയ്തിരുന്നോ? ഇല്ല, ഞാൻ ഇന്നാണ് ക്ലാസ് ജോയിൻ ചെയ്യുന്നത്. ഇവിടെ മിസ്കാത്തിന് പറഞ്ഞ ഗ്രൂപ്പിൽ ഞാൻ ഇല്ല മിസ്സേ, അത് ഞാനില്ല. ഇതാണുള്ളത് ഞാൻ തെജ്വീദ് പറഞ്ഞ ഗ്രൂപ്പിലാ. ഓക്കെ, അതിലേ ഇടും. അത് നമ്മളെ ക്ലാസ് ആണ്, അതെന്തായാലും ഇടും. അതില് എല്ലാ ക്ലാസ്സും അതിലുണ്ടാവും കേട്ടോ. നിങ്ങൾ അതിലിരുന്നാ മതി, അതിൽ നിങ്ങൾക്ക് കിട്ടിക്കോളും. ടീച്ചറെ കഴിഞ്ഞ ആഴ്ച എടുത്തതിന്റെ ഇത് കിട്ടുവോ? ഞാൻ കേറിയിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് റെക്കോർഡിങ് മിസ്കാത്തിൽ റെക്കോർഡിങ് ഇതിന് ഞായറാഴ്ച ഉണ്ടാവില്ലെന്ന് തോന്നുന്നുണ്ട്. എനിക്ക് അറിയലുണ്ടാണ്. ഇന്നലെ രാത്രി ഉണ്ടാകുമോ ടീച്ചറെ? രാത്രി ഇല്ല, എന്റെ അടുത്ത് റെക്കോർഡിങ് ഇല്ല. ഞാൻ റെക്കോർഡ് നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി. ശനിയാഴ്ച ലിങ്ക് ഇടുന്ന സമയത്ത് ശനിയാഴ്ച മിസ്കാത്തിൽ ലിങ്ക് ഇടും. അപ്പൊ നിങ്ങൾ അതിൽ കയറിക്കോളും. റെക്കോർഡിംഗ് ഉണ്ടെന്ന് റെക്കോർഡിംഗ് ഉണ്ട്. റെക്കോർഡിംഗിന്റെ ഓൾറെഡി പിന്നെ മിസ്കാത്തിൽ ഇട്ടോളൂ കേട്ടോ. ശനിയാഴ്ച എത്ര മണിക്കാ ഇടുന്നേ? ശനിയാഴ്ച രാത്രി 8 മണിക്കാണ്. ബിഗിനേഴ്സിലുണ്ട് ഖുർആൻ യാസീൻ ഇപ്പം പോകുന്നുണ്ട്. അതിന്റെ കൂടെ എനിക്ക് ഇതുകൂടെ കൊണ്ടുപോകാൻ പറ്റുമോ? യെസ്, അതിന്റെ കൂടെ ഉണ്ടല്ലോ. അതില് ഞാൻ ലിങ്ക് ഇട്ടിട്ടുണ്ടല്ലോ. ലിങ്കിന്റെ പേരെന്തുവാ? അതല്ല, ക്ലാസ് റൂമില് നിങ്ങളെ ക്ലാസ് റൂമില് യാസീന്റെ ക്ലാസ് റൂമില് ബക്കറ പാരായണം ഉണ്ടാവും കേട്ടോ. അത് അവര് ഇതില് കയറുകയും ചെയ്യരുത്. ഞാൻ ഇടുന്ന ലിങ്കില് യാസീനുള്ളവർ കയറാൻ പാടില്ല. കാരണം നിങ്ങൾക്ക് ഓൾറെഡി ക്ലാസ് ഉണ്ട്. നിങ്ങൾക്ക് ആ യാസീൻ കഴിഞ്ഞിട്ട് ബക്കറ ഉണ്ടാവും. ഓക്കെ, രണ്ടും കൂടി ഒരുമിച്ച് എന്തായാലും ഉണ്ടാവൂല. ഓക്കെ, ആദ്യ ആ യാസീൻ ഗ്രൂപ്പിൽ ഇല്ലാത്ത ആൾക്കാർ മാത്രമേ കയറാൻ പാടുള്ളൂ. ഞാൻ ലിങ്ക് ഇടും. പിന്നെ ഇൻഷാ അല്ലാ നെക്സ്റ്റ് വീക്കിലാണ് ഇടുക കേട്ടോ. യാസീൻ ഗ്രൂപ്പിൽ ഇല്ല, അപ്പൊ എനിക്ക് കയറാല്ലോ. കയറാം. ഇല്ലാത്തവര് മാത്രം കയറുക. ഒരു ക്ലാസ് ഉള്ളവർ കയറരുത്. ഒരു ക്ലാസ്സിലുള്ളവര് ശനിയാഴ്ച എത്ര മണിക്കാ ലിങ്ക് ഇടുന്നത്? അന്നേരം തന്നെ നമ്മൾ കയറണോ? ശനിയാഴ്ച എത്ര മണിക്കാ ലിങ്ക്? ശനിയാഴ്ച രാത്രി 8 മണിക്കാ ക്ലാസ്. ആ സമയത്ത് അത് കഴിഞ്ഞിട്ട് ഇടാൻ വിചാരിക്കും അല്ലേ? അതിന്റെ പേരെന്താ? എന്താ വെച്ചാൽ നിങ്ങളെ പിന്നെ ഗ്രൂപ്പിൽ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. അപ്പൊ എല്ലാരും കൂടി കയറിയാലേ നമുക്ക് നിങ്ങൾ ആരാണ്, ഓരേതാണെന്ന്, ക്ലാസ് കയറുന്നവരേതാ അല്ലാത്തവരേതാന്ന് നമുക്ക് മനസ്സിലാവൂല. ഞങ്ങൾക്ക് ഇനി കുറച്ച് ദിവസം ചിലപ്പോ 8 മണിന്റെ ക്ലാസ് ഉണ്ടാവാൻ വഴിയില്ല. ടീച്ചർ ഉംറക്ക് പോവല്ലേ. എങ്ങനെ? റയ്യ ടീച്ചർ ഉംറക്ക് പോവാ. ഉംറക്ക്. ഓക്കെ. എന്നാ ആയിക്കോട്ടെ, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാട്ടോ ഇൻഷാ അല്ലാ. എന്താ എല്ലാരും കൂടി പറഞ്ഞു. ടീച്ചറെ പേരെന്താ? ടീച്ചറിന്റെ പേര് ജമീല. ജമീല ടീച്ചർ. യാസീൻ ഗ്രൂപ്പ് ഒക്കെ ഏതാണ്? ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അത് ജമീല ടീച്ചർ എടുക്കുന്ന ക്ലാസ്. എല്ലാരും മ്യൂട്ട് ചെയ്തോ? മ്യൂട്ടല്ല, അൺമ്യൂട്ട് ചെയ്യുക. നമ്മള് പിന്നെ സൂറ ബഖറയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സൂറ ബഖറയിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് 5 ആരെ പറ്റിയാണ് പറഞ്ഞത്? മുത്തഖീങ്ങള് അല്ലെങ്കിൽ വിജയികളെ പറ്റിയാണ് പറഞ്ഞത്. അപ്പൊ അള്ളാഹു പറയാണ് അലിഫ് ലാം മീം എന്നുള്ളത് നമ്മൾ നേരെ പഠിച്ചല്ലോ. ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ദാലിക്കൽ കിതാബ് എന്ന് പറഞ്ഞാൽ ആ പുസ്തകം എന്ന് പറഞ്ഞാൽ ഇതാണ്, എന്താണ്? ഖുർആൻ പുസ്തകം. ആ പുസ്തകത്തിൽ എന്താണ്? ലാ റൈബ ഫീഹി എന്ന് പറഞ്ഞാൽ സംശയമില്ല. എന്തിനു സംശയമില്ല? ഹുദൽ ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് നേർമാർഗം ആണ് ഈ പുസ്തകം എന്നുള്ളതില്, അല്ലെങ്കിൽ ഈ കിതാബ് എന്നുള്ളതിൽ സംശയമില്ല. എന്ന് പറഞ്ഞാല് ഈ കിതാബിൽ എന്താണുള്ളത്? മുത്തഖീങ്ങൾക്കുള്ള നേർമാർഗം ആണല്ലോ. ഖുർആനിലുള്ള കൽപ്പനകള് എല്ലാം എന്താണ്? കൽപ്പനകളും നിരോധനങ്ങളും അല്ലെ? ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും
നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് എല്ലാരും അത് സ്വീകരിക്കൂല. ആരെ സ്വീകരിക്കുള്ളൂ? മുത്തഖീങ്ങൾക്കേ അത് സ്വീകരിക്കുള്ളൂ. മുത്തഖീങ്ങൾക്കേ അതുകൊണ്ട് ഹിദായത്ത് നേർമാർഗം കിട്ടുള്ളൂ. മുത്തഖീങ്ങളെ വഴികാട്ടിയാണ്, അല്ലാതെ കാഫിരീങ്ങൾക്കോ മുനാഫിഖീങ്ങൾക്കോ ഉള്ള വഴികാട്ടിയല്ല. അതാണ് ഒന്നാമത്തെ ആയയിൽ പറഞ്ഞത്. അപ്പൊ ഇനി അടുത്ത ആയ മുതൽ പറയുന്നത് മുത്തഖീങ്ങളുടെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണെന്നാ. അപ്പൊ നമ്മൾ പരിശോധിക്കേണ്ടത് നമുക്ക് ആ സ്വഭാവം ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം. ഓക്കെ, അല്ലദീന അവരൊരു കൂട്ടരാണ്. അവരുടെ സ്വഭാവം എന്താണ്? യുഅ്മിനൂന ബിൽ ഗൈബ്. യുഅ്മിനൂന ബിൽ ഗൈബ് എന്ന് പറഞ്ഞാൽ അദൃശ്യത്തിൽ, ഗൈബ് എന്ന് പറഞ്ഞാൽ അദൃശ്യം, അദൃശ്യമായതില് അവർ വിശ്വസിക്കും. എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ അള്ളാഹുവിനെ കാണുന്നില്ല, നമ്മൾ വിശ്വസിക്കുന്നുണ്ടല്ലേ? അള്ളാഹു ഉണ്ട്, നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. ടീച്ചറെ വാങ്ങിക്കൊടുക്കുന്നുണ്ട്. ആണോ? എന്നാ ഒരു കാര്യം, നമുക്ക് നെക്സ്റ്റ് വീക്കിൽ സ്റ്റാർട്ടിങ് ഇത് പറഞ്ഞാലോ? ഓക്കെ. അടുത്ത വീക്കില് തുടങ്ങി നമ്മള് കഴിഞ്ഞ പാഠത്തിന്റെ തഫ്സീർ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ ക്ലാസ്സിലോട്ട് പോവാം. ഓക്കെ, അല്ലാണ്ട്